ശ്രീമദ് ഭാഗവതം ക്ലാസ് 226. നമ്മൾ 10ാമത്തെ സ്കന്ധത്തിലെ ആദ്യ ഭാഗത്തിലെ 24ാമത്തെ അധ്യായമാണ് നോക്കുന്നത്. അത് ശ്രീകൃഷ്ണൻ ഇന്ദ്രിയാഗോത്സവം മുടക്കുന്നതാണ്. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് നേരിട്ടങ്ങ് കടക്കാം. ഒന്നിൽ ശ്രീ സുഗൻ പറയുകയാണ്, ബലരാമനോടുകൂടി ഇരിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ ഗോകുലത്തിൽ ഗോപന്മാർ ഇന്ദ്രിയാഗോത്സവത്തിന് ഉത്സാഹം കാണിക്കുന്നതായി കണ്ടു. അതായത് ഇന്ദ്രനെ പൂജിക്കുക. വേദപ്രകാരം ഏറ്റവും വലിയ ദേവനാരാണ്? ഇന്ദ്രനാണ്. പിന്നെ ഇന്ദ്രനെല്ലാം മാറി മാറി ഇങ്ങോട്ട് വന്നത്, പിന്നെ ഇങ്ങോട്ട് വന്ന പുരാണ കഥകൾ വന്നപ്പോഴാണ് ഇന്ദ്രനെല്ലാം കളഞ്ഞത്. വിഷ്ണു പോലും അപൂർവം ചിലയിടത്ത് മാത്രമാണ് വിഷ്ണുവിനെ ഇന്ദ്രന്റെ സഹായിയാണെന്ന് മാത്രമേ, കൂട്ടുകാരനാണെന്ന് മാത്രമേ പറഞ്ഞു വെച്ചിട്ടുള്ളൂ. വേദം പറയുന്നത് ഇന്ദ്രനെ അല്ലാതെ വേറെ ആരെയും ആരാധിച്ചുകൂടാമെന്ന്. ദണ്ഡനത്തിന് ഇരയാകുമെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇന്ദ്രനല്ലാതെ വേറെ ആരെങ്കിലും ആരാധിച്ചാൽ. കാരണം നമ്മളെ സഹായിക്കുന്ന ഒരു കക്ഷിയേ ഉള്ളൂ, ഇന്ദ്രൻ മാത്രമാണ്. നമ്മളെന്തെങ്കിലും നമ്മളെ പ്രശ്നങ്ങളെല്ലാം തീർക്കണ്ടെങ്കിൽ നമ്മളെ ഇപ്പം ദാരിദ്ര്യമുണ്ട്, കഷ്ടപ്പാടുണ്ട്, വിശപ്പുണ്ട്, എല്ലാം മാറണമെങ്കിൽ എന്ത് വേണം? നമ്മൾ അധ്വാനിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണ്? ഒന്നിനെ വേറൊന്നാക്കി മാറ്റിയെടുക്കുകയാണ്. ഒരു യജ്ഞം ചെയ്യുക എന്ന് പറയുമ്പോൾ, അതായത് ഒരു തടീൻ്റെ കഷ്ണം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ കീറി മുറിച്ചിട്ട് വിറകാക്കിയിട്ട് കടയിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ വില കിട്ടും. ഈ അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ട് പണ്ടത്തെ കാലമെല്ലാം വിറകാണ്. ഇപ്പോൾ ഉൾനാട്ടിലെല്ലാം വിറക് തന്നെയാണ്. അപ്പോൾ ഒരു തടിയുടെ വലിയൊരു പീസാണെങ്കിൽ അത് അടുപ്പിലൊന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെ കട്ട് ചെയ്തിട്ട് ഉണക്കിയിട്ട് കെട്ടുകെട്ടായിട്ട് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടും. അതാണ് യജ്ഞം. അപ്പോഴാണ് നമുക്ക് നമ്മളെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റും അത് കൊടുത്തിട്ട്. അങ്ങനെ യജ്ഞം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന യജ്ഞത്തിൽ ആ തടിയെ വിറക് രൂപത്തിലാക്കി മാറ്റുന്നതിന് പിന്നിലൊരു സയൻസ് ഉണ്ട്. കട്ടിയായ തടീനെക്കാട്ടി ഹാർഡായ മഴു കൊണ്ടാണ് വെട്ടുമ്പോൾ തടിയുടെ അകത്ത് കുറേ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിലെ ആറ്റങ്ങളെല്ലാം വേർപെട്ടിട്ടാണ് തുണ്ടാകുന്നത്. ആ നടക്കുന്ന യജ്ഞങ്ങളെയെല്ലാം ഒരു സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. എന്താണ് സയൻസ്? ഹാർഡായ മെറ്റീരിയൽ കൊണ്ട് സോഫ്റ്റായതിനെ കട്ട് ചെയ്യുക. ആ തത്വമാണ്. അതോടെ ബലം പ്രയോഗിക്കുകയുമാണ്. ബലം പ്രയോഗിക്കുമ്പോൾ അതിലുള്ള ആറ്റങ്ങൾ വേർപെട്ടിട്ട് പീസുകൾ, തന്മാത്രകൾ വേർപെട്ടിട്ട് പീസ് വേറെയാണ്. ഇതാണ് സയൻസ്. ആ അകത്ത് നടക്കുന്ന യജ്ഞങ്ങളെ പൂർത്തീകരിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ. അപ്പം നമ്മൾ എന്ത് യജ്ഞം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളെ പ്രശ്നം തീർന്നുണ്ടെങ്കിൽ അധ്വാനിച്ചേ പറ്റൂ. അധ്വാനിക്കുമ്പോൾ ആ യജ്ഞത്തെ പൂർത്തീകരിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ. അപ്പം ഇന്ദ്രനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അതാണ്, ആരാധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ദ്രനെ വിളിക്കാതെ തന്നെ വന്നിട്ട് അവിടെയെല്ലാം ചെയ്യും. ഇപ്പം നമ്മൾ ചോറ് വെക്കുമ്പോൾ അരിയും വെള്ളവും ഇട്ടിട്ട് അടിയിൽ അഗ്നി കൊടുക്കുന്നു, അത്രയല്ലേ നമ്മൾ ചെയ്യുന്നുള്ളൂ. പക്ഷെ എന്താണ് അതിൻ്റെ അകത്ത് സംഭവിക്കുന്നത്? അരിയുടെ അകത്ത് അതിൻ്റെ അകത്ത് ആറ്റങ്ങളെയെല്ലാം വേർപെടുത്തിയിട്ട്, തന്മാത്രകളെ വേർപെടുത്തിയിട്ട്, അതിൻ്റെ ഘടനയിൽ മാറ്റം വരുത്തിയിട്ട് അതൊരു സോഫ്റ്റായ ചോറാക്കി മാറ്റുകയാണ്. അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം സയൻസ്, അവിടെ ഒരു സയൻസ് നടക്കുന്നുണ്ട്. ഒരു സയൻസ് തത്വം അവിടെ പ്രയോഗിക്കപ്പെടുന്നുണ്ട്. ആ സയൻസ് തത്വത്തിൽ നിന്ന് ഒരു പ്രേരക ശക്തി വന്നിട്ട് അതിനെയെല്ലാം ഏകോപിപ്പിച്ചിട്ടാണ് അരിയെ ചോറാക്കി മാറ്റുന്നത്. ആ പ്രേരക ശക്തിയാണ് ഇന്ദ്രൻ. അപ്പോൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അവിടെ ഒരു ചേഞ്ച് നടക്കുന്നുണ്ട്. അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തി ഇന്ദ്രനായി കണ്ടാൽ നമ്മളെ സഹായിക്കുന്ന കക്ഷി ആരാണ്? ഇന്ദ്രനാണ്. അപ്പോൾ ഇന്ദ്രനെ മാത്രമേ നമ്മൾ ആരാധിക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് വേദം പറയുന്നു. പിന്നെയാണ് നമ്മൾ മറ്റുള്ളതിനെല്ലാം പിടിച്ചിട്ട് ആരാധിക്കാൻ തുടങ്ങിയത്. യഥാർത്ഥത്തിൽ ഇവിടെ ആരാധനേൻ്റെ ആവശ്യമൊന്നുമില്ല.
നമ്മൾ ചോറ് വെക്കുമ്പോൾ ഇന്ദ്രൻ ആരാധിച്ചിട്ടൊന്നുമല്ല, ഇട്ട് കൊടുക്കുമ്പോൾ ഇന്ദ്രൻ വന്ന് അതിന് ആ ഫോഴ്സിനെയാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ ഇന്ദ്രനെ ആരാധിക്കാനെന്ന് പറഞ്ഞാൽ എത്രയേ അർത്ഥമുള്ളൂ. നമ്മളെന്തൊക്കെ കർമ്മം ചെയ്യുന്നുണ്ടോ നമ്മളെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു ശക്തിയാണ് ഇന്ദ്രൻ. ആ ഒരു അർത്ഥത്തിൽ നമുക്കിതിലേക്ക് കടത്താം. അപ്പോൾ അവിടെ ഇന്ദ്രനെ ആഘോഷിക്കുന്ന വലിയ ചടങ്ങ് നടക്കുകയാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇന്ദ്രനാണ് അരിയെ ചോറാക്കി മാറ്റുന്നതെങ്കിലും ആധുനിക സയൻസിൽ പറഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കും സിസ്റ്റത്തിന്. സിസ്റ്റം അതിൻ്റെ അകത്ത് ഒരു സയൻസ് ഉണ്ട്. ആ സയൻസ് തത്വപ്രകാരം ആ സിസ്റ്റം എന്ത് ചെയ്യും, അതിനെ കൺവേർട്ടഡ് ടു പ്രോഡക്റ്റ്. ഇതാണ് മാനേജ്മെൻറ്റ്. ഇൻപുട്ട്, സിസ്റ്റം, ഔട്ട്പുട്ട്. സിസ്റ്റത്തിലൊരു സയൻസ് ഉണ്ട്. സയൻസാണ് അതിനെ ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കുന്നത്. ആ സയൻസിനെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിക്കാണ് ഇന്ദ്രനെന്ന് വേദം പറയുന്നു. വേണമെങ്കിൽ ആ സിസ്റ്റത്തെ ഇന്ദ്രനായിട്ട് എടുക്കാം. ഇത് സാധാരണ ഒരു സിമ്പിൾ സയൻസ്, ഒരു മാനേജ്മെൻറ്റ് ഫങ്ഷൻ. അതിൻ്റെ അകത്ത് സയൻസ് ഉണ്ട്. അപ്പം ആ തരത്തിൽ വേണം ഇന്ദ്രനെ കണ്ടെത്തുക. അപ്പം ആ ഇന്ദ്രനെ നമ്മൾ ആരാധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സെപ്പറേറ്റ് വിളിച്ചിട്ട് ഇന്ദ്രന് വല്ലതും പൂവും പഴങ്ങളും എല്ലാം കൊടുക്കുന്നതാന്ന് പറയുന്നതിൽ അതിലൊന്നും വലിയ കാര്യമൊന്നും ഇല്ല. അതിൻ്റെ ആവശ്യമില്ല, അനാവശ്യമാണ്. നമ്മൾ അതിനെല്ലാം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ആരും ഇന്ദ്രനെയൊന്നും അറിയാതെ അവർ ചോറുണ്ടാക്കിയില്ല. അപ്പം ആ തരത്തിൽ ഇതിനെ കാണും. അപ്പം ഇതിനെപ്പറ്റി നല്ല ജ്ഞാനം, ഇതിനെപ്പറ്റി നല്ല ജ്ഞാനമുള്ളവനാണെങ്കിലും ശ്രീകൃഷ്ണൻ ഒന്നും അറിയാത്ത പോലെ വൃദ്ധന്മാരോട് ചോദിച്ചു. എന്താണ് അവിടെ ചെയ്യുന്നതെന്നല്ല കൃഷ്ണന് നല്ലോണം അറിയാം. പക്ഷെ ഒന്നും അറിയാതെ പോലെ വൃദ്ധന്മാരോട്, വയസ്സന്മാരാണല്ലോ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം മുൻതൂക്കം മുന്നിട്ടിറങ്ങുക. അതുകൊണ്ട് വയസ്സന്മാരോട് ചോദിച്ചു. അപ്പം അച്ഛനോടാണ് ചോദിച്ചു. 3 നിങ്ങൾക്കെല്ലാം തിരക്കുണ്ടാക്കുന്ന ഈ ആഘോഷം എന്താണ്? ഭയങ്കര തിരക്കിലാണല്ലോ നമ്മളിപ്പോൾ ഓണത്തിനെല്ലാം ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. വിഷുവിന്, ഓണത്തിന്, അതിൻ്റെ പിന്നിലെല്ലാം എന്തുണ്ട്, ഒരു ഐതിഹ്യമുണ്ട്. അതുപോലെ ഇന്ദ്രനെ ആരാധിക്കാൻ വേണ്ടി ഇവരെല്ലാം ഭയങ്കര തിരക്കിലാണ്. ഇപ്പം ചോദിച്ചു, നിങ്ങൾക്കെല്ലാം തിരക്കുണ്ടാക്കുന്ന ഈ ആഘോഷം എന്താണ്? ഇതിൻ്റെ ഫലം എന്താണ്? ഇതിനെ കൊണ്ടെന്താണ് ഗുണം കിട്ടുന്നത്? ആരെ ഉദ്ദേശിച്ചാണ് ഇത് ചെയ്യുന്നത്? എന്ത് ദ്രവ്യം കൊണ്ടാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്ത് ദ്രവ്യം ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്? കാരണം നമ്മൾ ഓണം വരുമ്പോൾ, അല്ലെങ്കിൽ വാവ് വരുമ്പോൾ, ഈ കർക്കിടക മാസത്തിലെ വാവ് എല്ലാം ആകുമ്പോൾ ആൾക്കാർ ഭയങ്കര തിരക്കിലാണ്. ഓണാകുമ്പോൾ എന്തെല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണ് ചെയ്യുന്നതെന്ന് അറിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ വിവരമൊന്നുമില്ല. എന്തെല്ലോ അങ്ങ് ചെയ്യുകയാണ്. അതുപോലെയാണ് ഇവിടെ ഒരു ഉദാഹരണം വെച്ച് പറയുന്നതേ ഉള്ളൂ. സംഗതി ഇതിനെയല്ലെന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് പറയുന്നത്. എൻ്റെ 4-5 പറയുകയാണ്, എനിക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്, ആശയമുണ്ട്. എല്ലാറ്റിനും ആത്മാവിനെ നിരീക്ഷിക്കുന്ന, ഞാൻ എൻ്റേത് എന്ന ഭേദമില്ലാത്ത ബന്ധു, ഉദാസീനൻ, ശത്രു. ഒന്ന് ബന്ധു, മറ്റേ ശത്രു. നടുവിലുള്ള കക്ഷി ഉദാസീനൻ. ബന്ധുവല്ല, ശത്രുവല്ല, അങ്ങനെയുള്ള അവസ്ഥ. എന്നിവയില്ലാത്ത സജ്ജനങ്ങൾക്ക് മറച്ചു വെക്കുവാൻ ഒന്നുമില്ല. അതായത് മറച്ചു വെക്കാൻ കാര്യമൊന്നുമില്ലല്ലോ. ഉള്ള കാര്യം ചോദിക്കുന്നതിന്, ഇവിടെ ഇപ്പം ചോദിക്കുന്നതിന് എന്തെന്നാണ് ഇതിൻ്റെ പിന്നെ. ഇപ്പോൾ ഒരു ഓണത്തിൻ്റെ ആഘോഷിക്കുമ്പോൾ അറിയാത്ത ഒരാൾ എന്താണ് ഇത്, ആരെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. അതിൽ മറച്ചു വെക്കാൻ ചോദിക്കുന്നതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. മറച്ചു വെക്കാൻ ഇവിടെ ഒന്നുമില്ല. പക്ഷേ ഉദാസീനനെ ശത്രുവെ പോലെ വർജിക്കണം. ബന്ധു ആത്മതുല്യനാണ്. ബന്ധുവിനെ നമ്മൾ സ്വീകരിക്കണം, ശത്രുവിനെ എന്തായാലും കളയണം. ഉദാസീനിനെ നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഉദാസീനെ കൊണ്ട് നമുക്ക് ഒരു കാര്യവും കിട്ടാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ ബന്ധുവാണെങ്കിൽ ഓക്കെ, ഇന്ദ്രൻ നമ്മളെ ബന്ധുവാണെങ്കിൽ കുഴപ്പമില്ല. 3 തരത്തിലാണുള്ള ബന്ധു, ശത്രു, ഉദാസീനൻ. ഉദാസീനനാണെങ്കിൽ പിന്നെ എന്തൊക്കെ അവരെല്ലാം ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ബന്ധുക്കളെ ചെയ്യണം.
അപ്പം എന്താണ് ഈ ചെയ്യുന്നത്, ആർക്കാണ് ചെയ്യുന്നത്, എന്താണ് എന്നുള്ള അർത്ഥത്തിലാണ് ചോദിക്കുന്നത്. ആളുകൾ വേണ്ടുന്നവരോട്, അറിയുന്നവരോട് കാര്യം ആലോചിച്ച് മനസ്സിലാക്കി ചിലവർ ചെയ്യും. ആളുകൾ രണ്ട് തരത്തിലുണ്ട്. അത് എന്തെങ്കിലും ചെയ്യുമ്പോൾ ആരോടെങ്കിലും അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യും. വേറെ ചില ആലോചിച്ച് മനസ്സിലാക്കിയതെയും കർമ്മമനുഷ്ഠിക്കുന്നു. അപ്പൊ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനായിട്ട് അതിനെപ്പറ്റി വിവരമുള്ള ആളോട് ചോദിച്ചിട്ട് എന്താണ് ഈ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതുകൊണ്ട്, ഒന്നും അറിയാതാ എല്ലാവരും ചെയ്യുന്ന എന്നാൽ പിന്നെ ഞാനും അങ്ങ് ചെയ്തേക്കാന്നും വെച്ച് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. കാര്യം അറിഞ്ഞ് ചെയ്യുന്നവന് എത്രമാത്രം ഫലം ലഭിക്കുമോ, കാര്യം അറിഞ്ഞിട്ട് വല്ലവരും ചെയ്യുകയാണെങ്കിൽ അതിന് എത്രമാത്രം ഫലം ലഭിക്കുമോ അത്രമാത്രം അറിയാതെ ചെയ്യുന്നത് കൊണ്ട് ഒരു ഫലവും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാനിത് ചോദിക്കുന്നത്. വല്ല ഗുണമുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് കളയാന്നുള്ള അർത്ഥത്തിലായിരിക്കും ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാകും. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ആളുകൾ എന്തെങ്കിലും ചെയ്യുന്നെന്ന് വെച്ചിട്ട് അതിൻ്റെ പിന്നാലെ പോയി ചെയ്യാൻ നിൽക്കരുത്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി പോയി ചോദിക്കുക. എന്താണ്, എന്തിനു വേണ്ടിയാണ്, എന്താണ് ഇതിനെ കൊണ്ട് ഫലം കിട്ടുന്നതെന്നെല്ലാം ചോദിച്ചിട്ട് ഒരു വ്യക്തത വരുത്തിയിട്ട് വേണം നമ്മൾ യജ്ഞങ്ങൾ ചെയ്യാൻ. അപ്പം എല്ലാവരും ചെയ്യുന്ന എന്നാൽ പിന്നെ ഞാനും പോയി അങ്ങ് ചെയ്തേക്കാന്ന് പറയുന്ന ആ പരിപാടി ശരിയല്ല. എന്നിട്ടോ 7 പറയാണ്, ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് വേണ്ടപ്പെട്ടവരോട് യുക്തിപൂർവ്വം ആലോചിച്ചിട്ടാണോ ചെയ്യുന്നത്? നിങ്ങളിപ്പോൾ ഇന്ദ്രനെ പൂജിക്കുന്നുണ്ട്. ഇത് വേണ്ടപ്പെട്ടവരോട്, അതിനെപ്പറ്റി വിവരമുള്ള ആൾക്കാരോടെല്ലാം ചോദിച്ചിട്ട് തന്നെയാണോ ഇത് ചെയ്യുന്നത്? അതോ ലോകാചാരപ്രകാരം അങ്ങ് ചെയ്യുകയാണോ? ആ പണ്ട് മുതലേ ചെയ്യുന്നുണ്ട്, എന്നാൽ പിന്നെ കിടക്കട്ടെ ഞാനും കൂടി അങ്ങ് ചെയ്തേക്കാം, ഇങ്ങനെ ചെയ്യുകയാണ്. ഇത് നമ്മൾ എന്ത് യജ്ഞങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അമ്പലത്തിൽ പോയാൽ എല്ലാവരും ഒരുപോലെ ചെയ്യും. 3 ചുറ്റു ചുറ്റണം. 3 ചുറ്റണം. എന്ത് 3 ചുറ്റ്? കുറച്ച് കൂടിപ്പോയാൽ എന്താ കുഴപ്പം? ഈ 3-നെന്താ ഇത്ര പ്രത്യേകത? അതിൻ്റെ കാര്യങ്ങൾ അറിയണ്ടേ. ഇപ്പം ഞാനിപ്പം ചോദിക്കുമ്പോൾ തന്നെ എന്താ ഈ 3-ൻ്റെ പ്രത്യേകത? ഒരു 4 ഗുണം കൂടുതൽ കിട്ടുമോ? 5 ചുറ്റു ചുറ്റിയാൽ കൂടുതൽ കിട്ടുമോ? ഇനി ഒന്ന് കുറഞ്ഞു പോയാൽ വല്ല കുഴപ്പമുണ്ടോ? എവിടെ നിന്നാണ് ഇതെല്ലാം വന്നത്? ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ് വന്നത്? അപ്പൊ ഇതിന്റെ പിന്നിലെല്ലാം എന്തെങ്കിലും ഉണ്ടാവണല്ലേ? അത് അറിഞ്ഞിട്ട് വേണ്ടേ നമ്മൾ ചെയ്യാം. വെറുതെ എല്ലാവരും ചുറ്റുന്നുണ്ടെന്നാ ഞാനും ചുറ്റുക, അത് ശരിയല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ 8 നന്ദഗോപര് പറയുകയാണ്, സർവേശ്വരനായ ദേവേന്ദ്രൻ വർഷത്തിൻ്റെ അധിപനാണ്. മഴ പെയ്യുന്നതിൻ്റെ അധിപനാണ് ദേവേന്ദ്രൻ. മേഘങ്ങൾ ഇന്ദ്രൻ്റെ ആത്മാവ് പോലെ സുഹൃത്തുക്കളാണ്. മേഘങ്ങൾ ഇന്ദ്രൻ്റെ സുഹൃത്തുക്കളാണ്. അവ പ്രാണികൾക്ക് ആവശ്യമുള്ള ജലം എല്ലായിടവും വർഷിക്കുന്നു. അപ്പം ആ ഇന്ദ്രൻ ആണ് എല്ലാ പ്രാണികൾക്കും ജലമെല്ലാം വർഷിക്കുന്നത്. എന്നിട്ട് 9 പറയാണ്, നമ്മളും മറ്റു ജനങ്ങളും മേഘനാഥനായ ഇന്ദ്രനെ പൂജിക്കുന്നു. ഇതുകൊണ്ട്, ഈ മഴ പെയ്ക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വർഷം മൂലമാണ്, അതിലൂടെ വർഷം ലഭിക്കുന്നത് കൊണ്ടാണ്, അതിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച പദാർത്ഥങ്ങൾ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആരാധിക്കുന്നത്. അപ്പം മഴ പെയ്യുമ്പോൾ ആ മഴയിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച പദാർത്ഥങ്ങൾ, അതായത് ഭൂമിയിൽ കൃഷി ചെയ്ത് വളരുന്ന ധാന്യങ്ങളെല്ലാം, പഴങ്ങൾ, അതെല്ലാം ഇന്ദ്രൻ മഴ പെയ്യിക്കുന്നു. അങ്ങനെ മഴയിലൂടെ മുളച്ച് വന്ന ചെടികളിൽ നിന്നുള്ള ധാന്യങ്ങളും പഴങ്ങളും എല്ലാം ഉപയോഗിച്ചിട്ടാണ്, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടില്ലേ, അതിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആരാധിക്കുന്നു. ഇനി 10 എന്നിട്ട്
ആ യാഗങ്ങളുടെ അവശിഷ്ടം കൊണ്ട് ഉപജീവനം കഴിക്കുന്നു. ഇന്ദ്രന് കൊടുത്തിട്ട് ബാക്കിയുള്ളത് കൊണ്ട് നമ്മൾ ഉപജീവനം കഴിക്കുന്നു. അതായത് ഇന്ദ്രനാണ് മട വഹിക്കുന്നത്. അതുകൊണ്ട് അതിൽ നിന്നും കിട്ടുന്ന അതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ചെടികൾ ഇതെല്ലാം ഇന്ദ്രന് കൊടുക്കുന്നു. എന്നിട്ട് ബാക്കി നമ്മൾ ഉപജീവനം കഴിക്കുന്നു. ഇത് പരന്നിൽ പറയുകയാണ്, ഇപ്രകാരം കാലത്തിനനുസരിച്ച് കാലക്രമാഗതമായ ധർമ്മത്തെ കാലത്തിനനുസരിച്ച് സീസൺസ്, ഓരോ മഴക്കാല സീസൺ ഉണ്ടാകുമ്പം മഴ പെയ്യിപ്പിച്ചിട്ട് നമുക്ക് തരുന്നു. കാലത്തിനനുസരിച്ച് അതാത് കാലങ്ങളിൽ ഇന്ദ്രൻ മഴ പെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ ഇന്ദ്രനെ ആരാധിക്കാതെ കാമം, ലോഭം, ഭയം, ദ്വേഷം മുതലായവ കൊണ്ട് ഏതൊരാൾ കൈവിട്ട് കളയുന്നുവോ, ഇന്ദ്രനെ ആരാധിച്ചിരിക്കുന്നുവോ, അയാൾക്ക് ഒരിക്കലും ക്ഷേമത്തെ ലഭിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെ ഇന്ദ്രൻ നമ്മളെ സഹായിക്കുന്നത് കൊണ്ട് ആ ഇന്ദ്രനെ ആരെങ്കിലും കാമത്തിൻ്റെ പേരിലായാലും ലോഭത്തിൻ്റെ പേരിലായാലും ഭയത്തിൻ്റെ പേരിലായാലും ദേഷ്യം കൊണ്ട്, യുക്തിവാദികൾക്കെല്ലാം ദേഷ്യമായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ചിലപ്പം ദേഷ്യം വരും മഴ പെയ്യിക്കാതെ. അതുകൊണ്ട് ആരെങ്കിലും അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരിക്കലും ക്ഷേമം പ്രാപിക്കുകയില്ല. 12 ശ്രീ ശുകൻ പറയുകയാണ്, ഇപ്രകാരമുള്ള നന്ദഗോപരുടെയും മറ്റുള്ളവരുടെയും വാക്കുകേട്ട ശ്രീകൃഷ്ണൻ ദേവേന്ദ്രനെ കോപം ജനിപ്പിക്കുവാനായി ഇപ്രകാരം പറഞ്ഞു. എന്നാൽ പിന്നെ ദേവേന്ദ്രൻ ഒരു കോപം ഉണ്ടാക്കിക്കളയാമെന്ന് ശ്രീകൃഷ്ണൻ ധരിക്കുന്നു. എന്നിട്ട് അത് ഇന്ദ്രനെ കോപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജനിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്രകാരം പറഞ്ഞു. 13 ശ്രീ ഭഗവാൻ, ഏതൊരു ജീവിയും കർമ്മം കൊണ്ടാണ് ജീവിക്കുന്നത്. എല്ലാവരും കർമ്മം ചെയ്യാനാണ് ജീവിക്കുന്നത്. നമ്മളും കർമ്മം ചെയ്യാനാണ് ജീവിക്കുന്നത്, ഇന്ദ്രനും കർമ്മം ചെയ്യാനാണ്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. എല്ലാവരും കർമ്മം കൊണ്ടാണ് ജീവിക്കുന്നത്. കർമ്മം കൊണ്ട് തന്നെ മരിക്കുന്നു. കർമ്മമെല്ലാം ചെയ്ത് കഴിയുമ്പോൾ മരിക്കും. സുഖം, ദുഃഖം, ഭയം, ക്ഷേമം എന്നിവ കർമ്മത്തിൽ തന്നെ പ്രാപിക്കുന്നു. കർമ്മത്താലാണ് നമുക്ക് ഫലം കിട്ടുന്നത്. നമ്മൾ കർമ്മം ചെയ്യാനാണ് ജീവിക്കുന്നത്. കർമ്മം ചെയ്ത് കഴിയുമ്പോഴും മരിക്കുന്നു. ആ കർമ്മത്തിനുള്ള ഫലം നമുക്ക് കിട്ടുന്നു. ഇനിയോ പരാല് പറയാണ്, അന്യരുടെ ആരെങ്കിലും കർമ്മം ചെയ്യുന്നവരുടെ കർമ്മത്തിന് ഫലം കൊടുക്കാൻ ഒരാളുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ കർമ്മം ചെയ്യാണ്, ഇപ്പം വേറൊരാൾ ആടി ഇരിക്കുന്നുണ്ട്. എന്തിന്? ഇവൻ കർമ്മം ചെയ്തു നോക്കിയിട്ട് അതിന് ഫലം കൊടുക്കാൻ. ഞാൻ കർമ്മം ചെയ്യുന്നു, അതിൻ്റെ ഫലം കിട്ടാൻ വേറൊരാൾ ആടി ഉണ്ട് എന്ന് വെച്ചോളൂ. അയാൾ നോക്കുന്ന, പ്രമോദ് നല്ല കർമ്മം ചെയ്തിട്ടുണ്ട്, ഫലം ഇത്ര. മറ്റവൻ അത്ര കർമ്മം ചെയ്തിട്ടില്ല, അവന് കുറച്ച് കർമ്മഫലം കുറവ്. ഇങ്ങനെ ഇരിക്കുന്ന ഒരാളുണ്ട് എന്ന് വിചാരിച്ചാളൂ. നമ്മൾ ചിന്തിക്കുന്ന അങ്ങനെ ഒരു ഈശ്വരനുണ്ട് എന്നാണ്. കർമ്മത്തിന് ഫലം കൊടുക്കാൻ ഒരു ഈശ്വരനാടി ഇരിക്കുന്നുണ്ടെങ്കിൽ അയാളും കർമ്മം തന്നെയാണ് ചെയ്യുന്നത്. അയാളും കർമ്മം ചെയ്യുന്ന ആളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. എന്നെ ആശ്രയിച്ചാണ് അയാളും ഇരിക്കുന്നത്. ഞാൻ കർമ്മം ചെയ്താലേ അയാൾക്കും ജോലിയുള്ളൂ. അത്രയേ ഉള്ളൂ. ഞാൻ കർമ്മം ചെയ്യുമ്പോൾ അതിനുള്ള ഫലം അയാൾ തരുന്നു. ഞാൻ കർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ ചുമ്മാ ഇരിക്കേണ്ടി വരും. അപ്പം എന്നെ കൊണ്ടാണ് അയാളും കർമ്മം ചെയ്യുന്നത്. അയാൾ എന്നെ ഡിപ്പെൻഡ് ചെയ്യുകയാണ്. ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് ജോലിയില്ല. നാളെ അയാളെ ജോലി നിന്ന് പിരിച്ചുവിടും, നിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. കാരണം മുകളിലിരിക്കുന്ന ഈശ്വരൻ അങ്ങേക്ക് തൊഴിലില്ല. ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് പറ്റും? അങ്ങേക്ക് പിന്നെ ഫലം കൊടുക്കാൻ ആരുണ്ട്? ഒന്നും ചെയ്യാതെ എല്ലാവരും ഇരിക്കുകയാണെങ്കിൽ അയാൾ പിന്നെ അവിടെ ഇരുന്നിട്ട് എന്താ കാര്യം? മുകളിലുള്ള കക്ഷി പറയും, നിൻ്റെ ആവശ്യം അവിടെ ഇല്ല, അവിടെ ഒരു കർമ്മവും നടക്കില്ല, പിന്നെ നിന്റെ എന്തിനാന്ന് ചോദിക്കും. അപ്പം അയാളും എന്നെ ആശ്രയിച്ചാണ് കർമ്മം ചെയ്യുന്നത്. അപ്പം അങ്ങനെ കർമ്മം കൊടുക്കാൻ ഒരാളുണ്ടെങ്കിൽ അവനും കർമ്മം ചെയ്യുന്നവനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. കാരണം കർമ്മം ചെയ്യാത്തവന് അവന് ഫലം നൽകാൻ കഴിയില്ലല്ലോ. ഞാൻ കർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് എങ്ങനെയാണ് ഫലം തരാൻ പറ്റുക?
അപ്പം ഞാൻ ചെയ്തെങ്കിലേ അയാൾക്കും ജോലിയുള്ളൂ. അപ്പം എല്ലാം പരസ്പരം ലിങ്ക്ഡാണ്. അതാണ് നേരത്തെ പറഞ്ഞുകൊണ്ടത്, പ്രപഞ്ചത്തിൽ എല്ലാവരെയും സൃഷ്ടിച്ചിരിക്കുന്നത് പരസ്പരം ഓരോന്നിനു വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ മഴ പെയ്യിക്കേണ്ട ജോലി ആർക്കാണ്? ഇന്ദ്രനാണ്. ഞാൻ ചെടി നടുന്നുണ്ടെങ്കിൽ ഇന്ദ്രനെയാണ് വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മഴ പെയ്യിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇന്ദ്രൻ നമ്മളെ മുകളിലൊന്നല്ല കയറിയിരിക്കുന്നത്. ഞാൻ മര്യാദയ്ക്ക് കൃഷി ചെയ്യേണ്ടിക്ക് ഇന്ദ്രനാണെന്ന് മഴ പെയ്യിപ്പിച്ചു തരണം. അപ്പം അതിനാണ് അവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നത്. അതവൻ്റെ ജോലിയാണ്. അതിന് പിന്നെ നമ്മൾ അവനെ ആരാധിക്കുന്നത് എന്തിനാണ്? ബ്രഹ്മാവിൻ്റെ പേടി തന്നെ സൃഷ്ടി ചെയ്ത് നടത്തി കൊടുക്കുകയാണ്. വിഷ്ണുവിൻ്റെ അത് സംരക്ഷണം കൊടുക്കുകയാണ്. ആരെങ്കിലും എന്തൊക്കെ ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രശ്നം കൊണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ഇവിടെ വിഷ്ണുവിനെ ഇരുത്തിയിരിക്കുന്നത്. ആവശ്യം കഴിഞ്ഞാൽ തട്ടാൻ വേണ്ടിയിട്ടാണ് ശിവനെയാണ് ഇരുത്തിയിരിക്കുന്നത്. അപ്പം ഇവരെല്ലാം ഓരോ കർമ്മത്തിന് പിടിച്ചിരിക്കുകയാണ് ആ ശക്തി. പിന്നെ ഇവന്മാരെല്ലാം നമ്മൾ ആരാധിക്കുന്നത് എന്തിനാണ്? ഇതാണ് കൃഷ്ണന്റെ ഫിലോസഫി. ഭാഗവതം ഏത് ലെവലിലേക്കാണ് ആളെ കൊണ്ടുപോകുന്നതെന്ന് ചിന്തിച്ചു നോക്കും. ഈ പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. ഞാനൊന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കാൻ ഒരാൾ, ഇപ്പം ഒരു കുട്ടീനെ പഠിപ്പിക്കുന്ന അധ്യാപക ആരും മോശമൊന്നുമല്ല. കുട്ടി പഠിക്കുന്നത് കൊണ്ടാണ്, പഠിക്കാൻ ഇരുന്നത് കൊണ്ടാണ് അധ്യാപകരുടെ ജോലി വരുന്നത്, പഠിപ്പിക്കാൻ. അത് അവരുടെ ജോലി. ഇവരുടെ അവിടെ പഠിക്കൽ. കുട്ടി പറയുന്നത് എനിക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ടീച്ചർ എന്ത് ചെയ്യും? ടീച്ചർക്ക് എന്താ ജോലി? ഇവ പഠിക്കുന്നതുകൊണ്ടാണ് ടീച്ചർക്കാണ് ജോലി കിട്ടുന്നത്, ശമ്പളം കിട്ടുന്നത്. അപ്പം ആരും ആരെക്കാട്ടിയും വലുതൊന്നുമല്ല. ഓരോ അവരവരുടെ കർമ്മം ചെയ്യുന്നു. അതുകൊണ്ട് ആരാധിക്കാൻ എന്താ ആരാധനയാണ്? അവരവരുടെ ജോലി അവരവർ ചെയ്തു പോകുന്നു. കൃഷ്ണന്റെ ഫിലോസഫി കുറച്ച് കടന്ന ഫിലോസഫിയാണ് ഭാഗവതത്തിലുള്ളത്. പക്ഷെ ഇതൊന്നും ഇത്തരത്തിലൊന്നും ആരും ചിന്തിക്കുന്നില്ല. കൃഷ്ണൻ പറഞ്ഞുകൊണ്ട് വരുന്നത് നമ്മളിന്ന് കാട്ടിക്കൂട്ടുന്ന മണ്ടത്തരങ്ങളെല്ലാം തുറന്ന് കാട്ടുകയാണ് കൃഷ്ണൻ ചെയ്യുന്നത്. ഇനി പഴഞ്ചൊല്ല് പറയുകയാണ്, ഈ ലോകത്തിൽ അവനവൻ്റെ കർമ്മം ചെയ്തു തീർക്കുന്ന ജീവികൾക്ക് ഞാൻ എൻ്റെ കർമ്മം ചെയ്യുകയാണ്. ഞാൻ ജനിച്ചിരിക്കുന്നത് എൻ്റെ കർമ്മം ചെയ്യാനാണ്. അങ്ങനെ കർമ്മം ചെയ്യുന്ന ജീവികൾക്ക് മനുഷ്യരുടെ പൂർവകാലത്താൽ പ്രേരിതമായ കർമ്മത്തെയും, അതായത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തു തീർക്കാൻ ബാക്കിയുള്ള കർമ്മം ചെയ്യാനാണ് ഈ ജന്മം വന്നിരിക്കുന്നത്. പൂർവകാലത്തിൽ അതാണ് ഞാൻ ചെയ്യുന്നത്. ആ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഫലം എനിക്ക് കിട്ടും. കർമ്മം ചെയ്താൽ ഫലം കിട്ടും. സംശയം എന്താണ്? കത്തി എടുത്തിട്ട് ഒരു കൈ മുറിച്ച് കഴിഞ്ഞാൽ ചോര വരും. അത് സത്യം, അത് സത്യമാണ്. നമ്മളൊരു കർമ്മം ചെയ്താൽ അടുപ്പത്ത് അരിയിട്ട് വെള്ളമിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ അത് ചോറാകും. അത് നമ്മൾ തിന്നും, ഫലം കിട്ടും. അതിനെ മറ്റൊരു പ്രകാരത്തിലാക്കാൻ കഴിവില്ലാതെ ഇന്ദ്രനെ കൊണ്ട് എന്ത് പ്രയോജനം? അതിൽ ഇന്ദ്രൻ എന്താണ് ചെയ്യാൻ പറ്റുക? ഒരു ചുക്ക് ചെയ്യാൻ പറ്റില്ല. അതിനെ മാറ്റാനൊന്നും ഇന്ദ്രനല്ല ഒരു ഈശ്വരനും പറ്റില്ല. ഞാൻ ചോറ് വെച്ചാൽ അരി വെള്ളം ഇട്ടിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ അത് ചോറായി മാറും. അതിനെ മാറ്റാൻ എങ്ങനെ ഈശ്വരന് അറിയാം? എന്നാൽ പിന്നെ നീ അരി ഇട്ടിട്ട് എങ്ങനെ ചോറാക്കുന്നതെന്ന് നോക്കണം. നീ വേവിച്ചാലൊന്നും അത് ചോറാകാൻ പോകുന്നില്ല എന്ന് ഈശ്വരൻ വിചാരിക്കാൻ പറ്റുമോ? പറ്റില്ല. ഞാൻ കർമ്മം ചെയ്യാനാണ് എന്നെ ജനിപ്പിച്ചിരിക്കുന്നത്. ആ കർമ്മം ചെയ്യുന്നു. ഏത് കർമ്മം ചെയ്ത്? കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതിൻ്റെ ബാക്കി ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഞാൻ ആ കർമ്മം ചെയ്യുന്നു. ആ കർമ്മം ചെയ്യുമ്പോൾ ഇത് എന്നിട്ട് ഒരു ഫലം ഉണ്ടാവും. ചോറ് വെച്ചാൽ അത് ചോറാക്കും. കർമ്മം ചെയ്യുമ്പോൾ ഒരു ഫലവും ഉണ്ട്. അതിനെ മാറ്റുവാൻ ഒരു തരത്തിലും മാറ്റാൻ കഴിവില്ലാതെ ഇന്ദ്രനെ അല്ല ഏത് ദേവനെയും ആരാധിച്ചിട്ട് എന്താ കാര്യം? നമ്മൾ കർമ്മം ചെയ്ത് നമുക്ക് അതിൻ്റെ ഫലം കിട്ടുന്നു. അതിനെ മാറ്റാനൊന്നും ഇവന്മാർക്കൊന്നും കഴിയില്ല എന്നാണ് പറയുന്നത്. ഇന്ദ്രനല്ല ഒരാൾക്കും കഴിയില്ല. പിന്നെ അവരെ ആരാധിച്ചിട്ട് എന്താണ് കാര്യം? ഇനി 16 പറയുകയാണ്, ഈ മനുഷ്യൻ പ്രാർത്ഥന സംസ്കാരത്തിന് അധീനനാണ്.
പ്രാക്തന സംസ്കാരം എന്ന് പറയുമ്പോൾ പഴയ സംസ്കാരത്തിന് അധീനമായിട്ടാണ് നമ്മൾ പോകുന്നത്. പഴയ സംസ്കാരം എന്നും അർത്ഥമുണ്ട്, പൂർവജന്മം എന്ന അർത്ഥമുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കർമ്മത്തിൻ്റെ ബാക്കി ചെയ്യാനാണ് ഈ ജന്മത്തിൽ നമ്മൾ ജനിക്കുന്നത്. ലോകം പുരോഗമിച്ചു പോവുകയാണ്. അപ്പോൾ ഈ ജന്മത്തിൽ നമ്മൾ റോഡ് വെട്ടും, അടുത്ത ജന്മത്തിൽ അതിൻ്റെ മേലോട്ട് ബസ് ഓടിക്കും. ചിലപ്പോൾ കണ്ടക്ടർ ഡ്രൈവറുമായിട്ടായിരിക്കും ബസ് ഓടിക്കുന്നത്. ഈ ജന്മത്തിൽ റോഡ് വെട്ടും, അടുത്ത ജന്മത്തിൽ ലോകം പുരോഗമിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മേലോട്ട് ബസ് ഓടിക്കുന്ന ജോലിയായിരിക്കും ചെയ്യുക. അപ്പം നമുക്ക് ജോലി ബാക്കിയുണ്ട്, എന്താണെന്ന് ആ ശക്തിയെ തീരുമാനിക്കുക. അങ്ങനെ കഴിഞ്ഞ ജന്മത്തിൻ്റെ കർമ്മങ്ങൾ ചെയ്യാനാണ് നമ്മളിപ്പം ജനിച്ചിരിക്കുന്നത്. അതേപോലെ പഴയ സംസ്കാരം തന്നെയാണ് നമ്മൾ തുടർച്ച, ആ ഒരു വഴിയിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞവരെ രാവിലെ ദോശ ഉണ്ടാക്കി തിന്നു, നമ്മളും ഇന്ന് ദോശ ഉണ്ടാക്കി തിന്നു. എങ്ങനെയുള്ള ദോശ തൊട്ട് അതുപോലെ ഉണ്ടാക്കുന്നു. ചെറിയ മാറ്റങ്ങൾ കാലത്തിനനുസരിച്ച് വയ്ക്കും. കഴിഞ്ഞ ആൾക്കാരും ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, നമ്മളും ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്നു. അവരെന്തെല്ലാമാണോ ചെയ്ത് അതുമാതിരി നമ്മളെ മക്കളും ഇനി ഇതെല്ലാം തന്നെയാണ് ചെയ്യുക. നമ്മളെ മക്കളും രാവിലെ എണീക്കുമ്പോൾ ദോശ വിട്ട് നിന്നും ഉച്ചക്ക് ഇത് പോവും, ജോലിക്ക് പോവും, വരും. ഇതെല്ലാം തന്നെയാണ് അവർ ചെയ്യുന്നത്. പഴയ സംസ്കാരത്തിൻ്റെ തുടർച്ചയായിട്ട് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരും അതിനെ അനുസരിക്കുന്നു. പഴയതുള്ളതും അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ എന്താണോ ചെയ്യാനുള്ളത് അത് ബാക്കി നമ്മൾ ചെയ്തുകൊണ്ട് പോകുന്നു. ദേവന്മാരും മനുഷ്യന്മാരും അസുരരും മനുഷ്യന്മാരും അവരെല്ലാം ആ സംസ്കാരത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവരവരുടെ കർമ്മങ്ങൾ ചെയ്യുന്നു. ഇന്ദ്രൻ അവരവരുടെ കർമ്മം ചെയ്യുന്നു. മനുഷ്യരെല്ലാവരും അവരവരുടെ കർമ്മം കഴിഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് ചെയ്തങ്ങ് പോവുകയാണ്. അതൊരു കമ്പ്യൂട്ടറിൽ നടക്കുന്ന മാതിരി പോകുന്നതാണ്. ഇതിൽ മറ്റുള്ളവരെ ആരാധിക്കാൻ എന്താണ് കിടക്കുന്നത്? മറ്റുള്ളവർക്ക് ഇതിൻ്റെ അകത്ത് എന്താ കാര്യം? ബ്രഹ്മാവിൻ്റെ ജോലി ചെയ്യുന്നു, രാവിലെ മുതൽ വൈകുന്നേരം വരെ സൃഷ്ടിച്ചെടിയാണ്. വിഷ്ണു എല്ലാത്തിനെയും നോക്കിയിട്ട് എന്താ കുഴപ്പമുള്ള പരിഹരിക്കാൻ നടക്കുകയാണ്. ഇതെല്ലാം ഓരോ ആളുടെ ജോലി. അവരവരുടെ ജോലി ചെയ്യുന്ന അതിന് അവരെ ആരാധിക്കുന്ന എന്തിനാ? ജീവികൾ കർമ്മഫലത്താൽ നാനാപ്രകാരത്തിലുള്ള ശരീരത്തെ പ്രാപിച്ച് കർമ്മം തീരുമ്പോൾ അവയെ ഉപേക്ഷിക്കുന്നു. ജീവികൾ കർമ്മഫലത്താൽ, കർമ്മം ചെയ്യാനാണ് മനുഷ്യർ ജീവിക്കുന്നത്. അപ്പം കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ജനിച്ചിട്ട് ചില കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, വേറെ ആൾ വേറൊരു ശരീരം എടുത്തിട്ട് ആ ജോലി ചെയ്യും. ഇവിടെ കുറേ ജോലികളുണ്ട്. ചിലവർ കിളക്കാൻ വേണ്ടി വരും, ചിലവരോട് വിത്തിടാൻ വേണ്ടി വരും, ചിലവർ കൊയ്യാൻ വേണ്ടി വരും, ചിലവർ ഇതിനെല്ലാം നോക്കി നടക്കാൻ വേണ്ടി വരും. ഇതെല്ലാം ആൾക്കാർ ആവശ്യമുണ്ടല്ലോ. അങ്ങനെ ഓരോ ആൾക്കാർ, ഇന്ദ്രനും ബ്രഹ്മാവും വിഷ്ണു ഇതെല്ലാം അങ്ങനെ ഇറങ്ങി വന്നിരിക്കുക. ഇതൊന്നും ഈശ്വരന്മാരല്ലാന്നേ. ഇവരെല്ലാം ഓരോ ജോലി, രാത്രി മുഴുവൻ ഇവർക്ക് ഉറങ്ങാതെ കിടക്കുകയാണ്. നമ്മളാണ് ദേവന്മാരെ പിടിച്ചിട്ട് പൂട്ടിയിടുന്നത്. രാത്രി ഉറങ്ങിയാണെന്ന് ധരിച്ചിരിക്കുക ഈശ്വരന്മാർ. ഈശ്വരന്മാർക്കടിയാണ് ഉറങ്ങാൻ പറ്റുന്ന. ബ്രഹ്മാവിനെല്ലാം പിടിപ്പത് ജോലിയാ, വിഷ്ണുവിനെ നമുക്കാ കുറച്ചങ്ങ് സ്വാതന്ത്ര്യം തന്നിരിക്കുന്ന. അവർക്ക് തീരാതെ ജോലി കിടക്കുകയാണ്. അപ്പോൾ ഓരോ ആളും അവരുടെ ജോലിയിൽ മുഴുകിയിരിക്കുകയാണ്. ആരെയും ആരാധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജീവികൾ കർമ്മഫലത്താൽ നാനാപ്രകാരത്തിലുള്ള ശരീരത്തെ പ്രാപിച്ച് കർമ്മം തീരുമ്പോൾ അവയെ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. അവരുടെ കർമ്മം ചെയ്യാനാണ് വന്നിരിക്കുന്നത്. കർമ്മം തീരുമ്പോൾ ശരീരവും കളഞ്ഞിട്ട് അവൻ പോകുന്നു. ഇതിൻ്റെ അടുത്ത ജന്മത്തിൽ ബാക്കി ചെയ്യാൻ വേണ്ടി വരുന്നു. ശത്രു, മിത്രം, ഉദാസീനൻ, ഗുരു, ഈശ്വരന്മാരെല്ലാം കർമ്മം തന്നെയാണ് ചെയ്യുന്നത്. ശത്രു ചെയ്യുന്നത് അവൻ്റെ കർമ്മം, നമ്മൾ ചെയ്യുന്നത് നമ്മളെ കർമ്മം. ഉദാസീനൻ ചെയ്യുന്നത് ഉദാസീനൻ്റെ കർമ്മം. ഇവരെല്ലാം അവരവരുടെ കർമ്മം ചെയ്യുകയാണ്. ആരെയും അതുകൊണ്ട് ബഹുമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ചെടി നടുമ്പോൾ ഇന്ദ്രൻ്റെ ജോലിയാണ് മഴ പെയ്യിപ്പിക്കേണ്ടത്. അവനെ അവിടെ പിടിച്ചിരുത്തിയിരിക്കുകയാണ്. ആ നിലയിൽ തന്നെ നമ്മൾ സംസാരിക്കണം. അവനെ അവിടെ പിടിച്ചിരുത്തിയിരിക്കുകയാണ്. അല്ല ഭഗവാന് 9 വെള്ളം മറിച്ചാലേ എൻ്റെ ചെടി അടുക്കുന്നതാണ്, എന്നെ ചെടി അടവാനാണ് വിളിച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ ഒരു ജോലിക്കാരനെ വിളിക്കുകയാണ്. പറമ്പ് കിടക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നു. ഭയങ്കര പാറയാണ്, അല്ല അത്ര ഉറച്ച മണ്ണാണ്. അപ്പം വേറൊരാളെ വെള്ളം ഒഴിക്കാനും വിളിച്ചിരിക്കുന്നു. വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നനച്ചിട്ടാണ് ഇവൻ കിളക്കുക. അപ്പം പെട്ടെന്ന് കിളക്കാൻ പറ്റും.
അപ്പോൾ അവൻ വെള്ളം നനക്ക് ഒഴിക്കും, ഞാൻ കിളക്കും, അല്ലെങ്കിൽ ഒരാൾ കിളക്കും. അവൻ വെള്ളം ഒലിച്ചിട്ടില്ലെങ്കിൽ അവനെ ആരാധിക്കേണ്ട കാര്യം എന്താ? അവനെ വിളിച്ചിരിക്കുന്ന വെള്ളം ഒഴിക്കാനാണ്. മര്യാദയ്ക്ക് വെള്ളം ഒഴിച്ചോളൂ. അവൻ വെള്ളം ഒഴിച്ചിട്ട് അത് ഒരുമാതിരി പാതാക്കി കഴിഞ്ഞാൽ ഞാൻ കിളക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ അവൻ്റെ കാര്യം എന്തിനാ ഞാൻ നോക്കുന്നത്? അവനവൻ്റെ ജോലി ചെയ്യണം. അപ്പം അത്രയൊരു വിശാലമായ, നമ്മളെ സ്വതന്ത്രമാക്കി നമ്മളെല്ലാം നട്ടെല്ലിൽ നിൽക്കണം. ഓരോ ആളും നമ്മുടെ കർമ്മം ചെയ്യാൻ നമ്മൾ വന്നതാണ്. ഞാനത് ചെയ്തു കൊടുത്തിട്ട് പോകുന്നു. പിന്നെ ആരെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്? ഒരാളെയും ബഹുമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബഹുമാനം എന്ന് പറഞ്ഞാൽ പൊതുവെ കാണുമ്പോൾ കൊള്ളാം ചേട്ടാ അനിയാന്നെല്ലാം വിളിക്കുന്നത് നല്ല തന്നെ. അല്ലാതെ നമ്മൾ ബഹുമാനിക്കേണ്ടതെന്ന് വെച്ചാൽ അവൻ്റെ പെരടിക്കേര അതിനുള്ള അവകാശവും നമുക്കില്ല. അവൻ്റെ പരിപാടിക്ക് പെരടിക്കേര നമ്മളാരാണ്? അവനെ കട്ടി മേലെയാണ്. അപ്പം ആരും മേലെയല്ല താഴെയല്ല, ഓരോ ആളും കർമ്മം ചെയ്തിട്ട് പോവുകയാണ്. ഇതാണ് ഭാഗവതം പഠിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ആരെയാണ് ആരാധിക്കേണ്ടത്? അവർ എന്ത് ചെയ്യാനാണ് നമുക്ക്? അവർ വല്ലതും ചെയ്ത് തരണ്ടെങ്കിൽ അവർ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതാ ഈശ്വരൻ തീരുമാനിച്ച മാതിരി ചെയ്യേണ്ട സമയത്ത് ചെയ്തു തന്നിരിക്കും. അല്ലാതെ അധികമൊന്നും എടുത്ത് ചെയ്യാനൊന്നും അവർക്ക് പറ്റില്ല. അതെല്ലാം മുകളിൽ തീരുമാനിച്ചിട്ടുണ്ട് എപ്പം ഫലം കൊടുക്കണമെന്ന്. അതുകൊണ്ട് കർമ്മത്തെ ഏറ്റവും ആദരിക്കണം. നമ്മൾ നമ്മുടെ കർമ്മത്തെയാണ് ഏറ്റവും ആദരിക്കേണ്ടത്. നമ്മൾ കർമ്മത്തെ ആരാധിക്കണം, ആദരിക്കണം. നമ്മളെ ജോലി മര്യാദയ്ക്ക് ചെയ്യണം. അതാണ് കൃഷ്ണൻ ഉപദേശിക്കുന്നത്. മറ്റുള്ളവരെന്ത് ചെയ്യുമോ ഒന്നും നോക്കണ്ട. നമ്മൾ ചെയ്യേണ്ട ജോലി മര്യാദയ്ക്കാണോ ചെയ്യുന്നത് അത് ശ്രദ്ധിച്ചാൽ മതി. ആ കർമ്മത്തിനനുസരിച്ച് വർണ്ണാശ്രമധർമ്മങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് തനിക്ക് വിധമായ കർമ്മം ചെയ്യണം. വർണ്ണാശ്രമധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതിനെല്ലാം വ്യാഖ്യാനിച്ചിട്ട് വർണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വർണ്ണം എന്ന് പറഞ്ഞാൽ മനുഷ്യര് 4 തരത്തിലാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. ഒന്ന് ബുദ്ധി ഉപയോഗിച്ച് കർമ്മം ചെയ്യുന്നവർ, അവരാണ് ലോകത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നത്. ശാസ്ത്രജ്ഞന്മാരും ചിന്തകരും. ലോകത്തിലെ ജനങ്ങൾക്ക് ബുദ്ധി ഉപദേശിക്കുന്ന ഒരു വിഭാഗമുണ്ട്. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന ഒരു വിഭാഗമുണ്ട്. എല്ലാവർക്കും ഐൻസ്റ്റൈനും ന്യൂട്ടനും ഒന്നും ആകാൻ പറ്റില്ല. അവർ ബ്രാഹ്മണരാണ്. എല്ലാ എഴുത്തുകാരെല്ലാം ഉണ്ട് ചിന്തകരായ. ആ ചിന്തകരൊന്നും ആകാൻ നമുക്ക് പറ്റില്ല. അതവർക്കേ പറ്റുള്ളൂ. അവരെ അതിനായിട്ട് സൃഷ്ടിച്ചിരിക്കുക. അതാണ് ബ്രാഹ്മണര്. അത് ജന്മം കൊണ്ടൊന്നും കിട്ടുന്നതല്ല. അപ്പം ബ്രാഹ്മണരെന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ ഈ ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. നമ്മളിന്ന് മൊബൈലും ക്യാമറയെല്ലാം ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ പിന്നിൽ കുറേ മനുഷ്യരുടെ ചിന്ത, ഉയർന്ന മനുഷ്യരുടെ ചിന്തയുണ്ട്. അങ്ങനെയുള്ള ജനങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട്. അവരാണ് ബ്രാഹ്മണര്. അതാണ് വേദം. വേദം എന്ന് പറഞ്ഞാൽ 100% സയൻസ് ആണ്. പ്രപഞ്ച രഹസ്യം മുഴുവൻ അടങ്ങിയ ഗ്രന്ഥമാണ് വേദം. ആ വേദത്തിലെ സയൻസ് അറിയുന്നവനാണ് ബ്രാഹ്മണൻ. അല്ലാതെ വേദപരീകളിൽ ഇങ്ങനെ ഉരുവിടുന്ന, നേരത്തെ പറഞ്ഞ മാതിരി തവളകൾ മഴ പെയ്യുമ്പോൾ, കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, മഴ പെയ്യുമ്പോൾ തവളകൾ അറിയുന്ന പോലെ. ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഗുരുനാഥൻ പറയും വേദം എടുത്ത് വായിക്കുന്നു. അപ്പോൾ അവർ കൂട്ടത്തോടു കൂടി കുട്ടികൾ വേദം പഠിക്കുന്നവർ ചൊല്ലാൻ തുടങ്ങും വേദമന്ത്രങ്ങൾ. തവളകൾ കരയുന്ന പോലെ ഒറ്റയടിക്ക് എല്ലെണ്ണം കൂടി ഒന്നിച്ച്. ഗുരുനാഥൻ പറയും പഠിച്ചേല മതിയേനി വേദം എടുത്ത് വായിക്കുന്നതാണ്. എല്ലെണ്ണം ഇരുന്നിട്ട് വായിക്കും. എന്ത് വായിച്ചിട്ട് എന്ത് കാര്യം? ഇതൊന്നുമല്ല ബ്രാഹ്മണര്. അർത്ഥം മനസ്സിലാക്കിയിട്ട് പഠിക്കണം. ആർക്കാ അർത്ഥം അറിയാം വേദത്തിൻ്റെ? അറിയുന്നവരുണ്ടെങ്കിൽ അവൻ ബ്രാഹ്മണനാണ്, സംശയമൊന്നുമില്ല. അങ്ങനെ അറിയുന്ന എത്ര ബ്രാഹ്മണന്മാരുണ്ടെന്ന് ഒന്ന് ചോദിച്ചോ. ഓരോ വേദവരി എടുത്തിട്ട് ഇതിൻ്റെ അർത്ഥമൊന്നും എനിക്ക് മനസ്സിലാകുന്ന നേരത്തെ പറഞ്ഞു എന്ന് പറ. എത്ര പേരുണ്ടാവും ബ്രാഹ്മണരായിട്ട്? അപ്പോൾ വർണ്ണാശ്രമധർമ്മം അതാണ്. പിന്നെ രാഷ്ട്രത്തെ നയിക്കുന്ന ധീരരായ ആൾക്കാർ, അതാണ് ക്ഷത്രിയര്. ലോകത്തെ നയിക്കുന്ന അവർ തന്നെയാണ്. നമ്മളെ നയിക്കുന്ന നല്ല നേതാക്കന്മാരുണ്ട്. ചുളുവിലും ആ കസേരയിലെ അച്ഛൻ നേതാവായതുകൊണ്ട് മകൻ നേതാവായ ആൾക്കാരും എല്ലാം ഉണ്ട്. പക്ഷേ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവർ,
അതാണ് ക്ഷത്രിയർ. ഭരണത്തിൻ്റെ തലപ്പത്ത് അങ്ങനെയുള്ളവർ വേണം. കണ്ടില്ലേ, ട്രംപിനെ കണ്ടില്ലേ? ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി തന്നെയാണ്. പുട്ടിനെ കണ്ടിട്ടില്ലേ? പുട്ടിൻ വലിയൊരു വേറൊരു തരം ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. ലോകത്തെ ഇവരാണ് നയിക്കുന്നത്. ഇതെല്ലാം ക്ഷത്രിയരാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിലേ നടക്കുള്ളൂ. അതാണ് ക്ഷത്രിയർ. ഇവിടെ എത്രയോ ക്ഷത്രിയരുണ്ട്. ഈ ക്ഷത്രിയരല്ല യുവരന്മാരുടെ ഒരു അടുത്തെത്താൻ പറ്റുമോ? ഇന്ന് ചിന്തിച്ചു നോക്കി, എത്ര ക്ഷത്രിയന്മാരുണ്ട്? എത്ര ആൾക്ക് ജനങ്ങളെ സംസാരിച്ചിട്ട് മുന്നോട്ടേക്ക് നയിക്കാനുള്ള കഴിവുണ്ട്? ചിന്തിച്ചു നോക്ക്. ആരുണ്ട് അങ്ങനത്തെ ക്ഷത്രിയർ? കേരളത്തിലെ എത്ര ക്ഷത്രിയന്മാരുണ്ടെന്ന് എണ്ണി നോക്കിയേ. ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഉണ്ട്. കരുണാകരന് നല്ല കഴിവുണ്ടായിരുന്നു. അങ്ങനെ എത്രയോ പേരുണ്ട്. അങ്ങനെ എണ്ണാൻ പറ്റുന്നവർ എണ്ണി നോക്കൂ. നമ്മുടെ നാട്ടിൽ എത്ര ക്ഷത്രിയരുണ്ട് നോക്കി നോക്കൂ. അങ്ങനെ എണ്ണുന്ന കൂട്ടത്തിൽ ഒന്നും വേണ്ട, നമ്മളെ ചുറ്റുവട്ടത്ത് നമ്മളെ നയിക്കാൻ കഴിവുള്ള വ്യക്തി ആരാണ് ഉണ്ടെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവൻ ആരായിരിക്കും? ഈ പറയുന്ന ശൂദ്രന്റെ വിഭാഗത്തിലോ വൈശ്യന്റെ വിഭാഗത്തിലോ ആയിക്കോട്ടായില്ല. ചിലപ്പോൾ ബ്രാഹ്മണന്റെ വിഭാഗത്തിലായിരിക്കും. അപ്പം അതാണ് ക്ഷത്രിയർ. ബാക്കിയുള്ള ജോലി ചെയ്യുന്നവരെല്ലാം വൈശ്യരാണ്. ബാക്കിയുള്ള പഠിച്ച് അവനവൻ്റെ ജോലി ചെയ്യുന്ന, അത് ഏത് സ്ഥാപനത്തിൽ ഇരിക്കുന്നവർ വൈശ്യരാണ്. പിന്നെ കുറച്ച് പേർക്ക് ഇത്രയേ ഉള്ളൂ, സേവനം ചെയ്യുക. എന്നെ കൊണ്ട് വരെ ഒന്നും കയ്യില്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും മേടിക്കുക, ഞാൻ സഹായിച്ചു തരാമെന്ന് പറയുന്ന കുറച്ച് കക്ഷികളും ഉണ്ട്. അവർ സേവനങ്ങളാണ്, 100% സേവനത്തിനാണത്. ഇതാണ് വർണ്ണാശ്രമധർമ്മം. ഇതിൽപ്പെടുന്ന ആൾക്കാർ അവരവരുടെ കർമ്മം ചെയ്യണം. ബുദ്ധിയുള്ളവൻ ശാസ്ത്രജ്ഞനാകണം. ഇന്നതിന് വഴുപ്പില്ല. ബുദ്ധിയുള്ളവന് പഠിക്കാനൊന്നും പറ്റില്ല, പണമില്ല. എൻ്റെ ഇവിടെ എല്ലായിടത്തുനിന്നും പണം ഉണ്ടാക്കിയിട്ട് ഡൊണേഷനും മറ്റേതും കൊടുത്തിട്ട് ആ സീറ്റ് പോയിരിക്കും. എന്തെന്നാ അവരിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പോകുന്നു? ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഓരോ കഴിവനുസരിച്ച് വളരാണ്. ഇപ്പം പി ടി ഉഷേനെ വളർത്തിയതൊന്നും രാഷ്ട്രമല്ല. പി ടി ഉഷ അവളുടെ കഴിവ് തെളിയിച്ചപ്പോൾ രാഷ്ട്രം അവളെ എടുത്ത് പൊക്കി. അതല്ല വേണ്ടത്. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ പി ടി ഉഷേൻ്റെ കഴിവ്, അവൾക്ക് ഓടാൻ കഴിവുണ്ടെങ്കിൽ അവളെ വികസിപ്പിച്ചെടുത്തുകൊണ്ട് ഉയർത്തിക്കൊണ്ടുവരണം. ഇതാണ് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്വം. അവരവരുടെ ഫീൽഡിൽ ഉറച്ചു നിൽക്കണം. നല്ല ക്രിക്കറ്റ് എറിയാൻ കഴിയുന്നവരെ ചിലപ്പോൾ സ്കൂളിലുണ്ടാവും. ക്ലാസ്സിൽ ടീച്ചർ ബോർഡിൽ ഇവന് പഠിക്കാനൊന്നും താല്പര്യം ഉണ്ടാവില്ല. ടീച്ചർ തിരിഞ്ഞിട്ട് ബോർഡിൽ വീഴുമ്പം ആ കുട്ടി എന്ത് ചെയ്യും? പേപ്പർ ഉരുട്ടിയിട്ട് എറിയും അവളെ. അവനെ പിടിച്ചിട്ട് കണ്ടെത്തിയിട്ട് ഇവൻ ക്രിക്കറ്റ് കളിക്കാൻ മിടുക്കനായിരിക്കും വെച്ചിട്ട് അവനെ ആ വഴിയിലേക്ക് തിരിച്ചു വിടണം. അല്ലാതെ അവനെ പിടിച്ചിട്ട് ആടി ഇരുത്തി കഴിഞ്ഞാൽ പഠിക്കട സയൻസ്, മാത്സ്, A+B² എന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ എവിടെ പഠിക്കാനാണ്? ഇപ്പോൾ ഓരോ ആളെ സൃഷ്ടിച്ചതിന് ഓരോ വാസനകളുണ്ട്. അതാണ് വർണ്ണാശ്രമധർമ്മത്തിൽ പറയുന്നത്. ബുദ്ധിയുള്ളവരെ ബുദ്ധിയുള്ള തരത്തിൽ ആ സീറ്റുകളിൽ ഇരുത്തണം. ചിന്തകന്മാരായവരാണ് ശാസ്ത്രജ്ഞന്മാരാകേണ്ടത്. ക്ഷത്രിയ ഗുണമുള്ളവരെ പിടിച്ചിട്ട് ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ ഏൽപ്പിക്കണം. ബാക്കിയുള്ളവർ വൈശ്യരും ബാക്കിയുള്ള ജോലികളുമാണ്. ഇത് കഴിവനുസരിച്ചിട്ടുള്ള വളരുവാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണം. അവരെ അവിടെ ഇരിക്കാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എത്ര നാട്ടിൽ എത്ര PhD-കാരുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരൊറ്റ മലയാളത്തിൽ PhD എടുത്ത ഒറ്റ ഒരാൾ ഒരു കവിത എഴുതി വിട്ടിട്ടുണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കേ. തകഴിയിൽ എഴുതിയതിനെ പറ്റിയിട്ട് ഇരുന്ന് അല്ലെങ്കിൽ ലിയോസ് ആരെങ്കിലും എഴുതിയ കവിതകൾ എടുത്തിട്ട് വായിച്ചിട്ട് അർത്ഥം പറഞ്ഞു കൊടുക്കുകയല്ലാതെ PhD എന്നെല്ലാം പറയും. ഒരു വരി എഴുതാൻ അവർക്കൊന്നും പറ്റില്ല. അവരെ കവിതകളൊന്നും എവിടെയും കേൾക്കുന്നില്ല. ചിലതുണ്ടാകാതിരിക്കും. പക്ഷെ അവരൊന്നും തന്നെ നമ്മളെ ഉറൂബ് എന്നെല്ലാം പറയുന്നതോ ഇങ്ങനെ തകഴി എന്നെല്ലാം പറയുന്നതോ ആ നിലയിലേക്കൊന്നും എത്രയോ മലയാള PhD-കാരുണ്ട്. ഷേക്സ്പിയർ ആകാൻ പറ്റൂ. എത്ര ഇംഗ്ലീഷ് PhD-കാരുണ്ട്.
ഷേക്സ്പിയർ ആകാവോ? അപ്പം അതൊന്നുമല്ല കഴിവ്. ആ കഴിവുള്ള ആൾക്കാർ പ്രകൃതി തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ ക്വാളിറ്റിയുള്ള ജോലി അവരവർ ചെയ്യണം എന്നാണ് പറഞ്ഞത്. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം ഗവൺമെൻറ്. അതാണ് വർണ്ണാശ്രമധർമ്മങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് തനിക്ക് വീതമായ കർമ്മം ചെയ്യണം. യാതൊന്നിനാൽ സുഖമായി ജീവിക്കാമോ അത് തന്നെയാണ് ആരാധ്യ ദൈവം. എന്നിട്ട് ആ കർമ്മത്തിൽ ഉറച്ചു നിൽക്കുക. നമ്മളെ കഴിവെന്തിനാണുള്ളത്? ആ കഴിവിൽ ഉറക്കുകയാണ്, നിൽക്കുന്നതാണ്, ആ കർമ്മം ചെയ്യുന്നതാണ് ദൈവം, നമ്മുടെ ദൈവം. ആ കർമ്മത്തിൽ ഉറപ്പിച്ച് നിൽക്കുന്നു, എന്നിട്ട് സുഖമായി ജീവിക്കാമോ അത് തന്നെയാണ് ആരാധ്യ ദൈവം. ആ കർമ്മം തന്നെയാണ് നമ്മുടെ ദൈവം. നമുക്ക് ഓരോ ആൾക്കാർക്കും ഓരോന്നിനും വാസനയുണ്ട്. ആരും മണ്ടന്മാരായിട്ട് ജനിച്ചിട്ടില്ല. എല്ലാവർക്കും ചില കർമ്മങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ട്. ആ കർമ്മമാണ് അവരുടെ ദൈവം. ആ കർമ്മത്തിലൂടെയാണ് അവർ അവരുടെ കോൺട്രിബ്യൂഷൻ ലോകത്തിന് കൊടുക്കേണ്ടത്. എൻ്റെ 19 യാതൊരുവൻ ഏതെങ്കിലും ഒരു പ്രത്യേക സത്തയെ ജീവനോപാധിയായി സേവിച്ച ശേഷം മറ്റൊന്നിനെ സേവിക്കുവാൻ തുടങ്ങുമോ അതിൽ നിന്നും നന്മ ലഭിക്കുകയില്ല. നമുക്ക് വിധിച്ച കർമ്മം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന് കുറേ അങ്ങോട്ടൊന്നും വന്നാൽ പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് മാറിയിട്ട് വേറൊന്നിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫലമൊന്നും കിട്ടാൻ പോകുന്നില്ല. പോലീസിൽ ഏറ്റവും ആത്മാർത്ഥമായി കർമ്മം ചെയ്യുന്നവൻ SI പോസ്റ്റിൽ ആ നാട്ടിലെല്ലാം ന്യായമായിട്ട് എല്ലാം കാര്യങ്ങൾ നടത്തിക്കുമ്പോൾ അവനെ അടിയിരുത്തിയാൽ ശരിയാവില്ല. പിന്നെ അവനെ പിടിച്ചിട്ട് ട്രെയിനിങ് കോളേജിൻ്റെ തലവനാക്കി വെക്കും. അവന് പഠിപ്പിക്കാനൊന്നും കഴിയില്ല. അവിടെ പോയാൽ ഇതേ കളിയാണ്, അവിടെ പോയാൽ കളിക്കും. ഇവിടെ നല്ല എല്ലാവരെയും നോക്കി നടപ്പാക്കി പോകാനുള്ള കഴിവുണ്ട്. അവിടെ പഠിപ്പിക്കുന്നിടത്ത് ഇവൻ ബബ്ബയായിരിക്കും. ഇവിടെ നിന്ന് പിടിച്ചിട്ട് അവിടെ കൊടുത്തിരിക്കും. അവിടെ പഠിപ്പിക്കാൻ കഴിവുള്ളവരെ പിടിച്ചിട്ട് ഇവിടെ ജനങ്ങളെ അവിടെ ഇരുന്നിട്ട് ഇവനൊരു ചുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം മറ്റവർ പറയുന്ന മാതിരി ആര് വന്നാലും അങ്ങ് സാധിപ്പിച്ച് അതിനനുസരിച്ച് ആളെ മട്ടവും കരവും എല്ലാം നോക്കിയിട്ട് അങ്ങ് കാര്യം ചെയ്യും. പിന്നെ അവനെന്താ അറിയുക? ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അത് പാടില്ല. അവനവരൊരു ഫീൽഡുണ്ട്. ആ ഫീൽഡിൽ തന്നെ മുന്നേറാനുള്ള അവസരം വേണം. ഒരാൾ ക്രിക്കറ്റ് കളിയിൽ നല്ല മിടുക്കനാണെങ്കിൽ ആ പ്രായമെത്തുന്നത് വരെ രാഷ്ട്രത്തിൻ്റെ ക്രിക്കറ്റിൽ കളിച്ചിട്ട് അവന് കുറച്ച് പ്രായം കൂടുമ്പോൾ മറ്റുള്ള കുട്ടികളെ പഠിപ്പിക്കുവാനുള്ള ഒരു സെറ്റപ്പിലേക്ക് അവനെ നിയമിക്കണം. അവൻ മറ്റുള്ള കുട്ടികളെ പഠിപ്പിച്ചു കൊണ്ടുവരണം. ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കണം. അതേ ഫീൽഡിൽ തന്നെ അവന് മുന്നോട്ടേക്ക് പോകാൻ പറ്റണം. നീ ക്രിക്കറ്റിലെല്ലാം മതിയായല്ലേ, തീർന്നു, എന്നാൽ പിന്നെ ഇനിയിപ്പോൾ അക്കൗണ്ട്സ് പോയി ഇരുന്നു എന്ന് പറയും. ഇതെല്ലാം നമ്മളിപ്പോൾ കാണുന്നത്. സിനിമേനെ നല്ല അഭിനയമുള്ള കാരണം നീ ഇവിടെ ഇരിക്കുന്നത്, എവിടെ ഇരിക്കുന്ന സ്ഥലം ഏതായിരിക്കും ചിന്തിച്ചു നോക്ക്. സിനിമയിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ ഒരു സ്ഥലത്ത് പോയിരിക്കുക. അതിൽ നിന്നും നന്മയൊന്നും ലഭിക്കാൻ പോകുന്നില്ല. സിനിമയിൽ നല്ല ട്രൈ ചെയ്യുന്നതായിരിക്കും. വേറെ എവിടെയെങ്കിലും പിരിച്ചിരുത്തിയിട്ട് ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. സിനിമക്കാരനെ പിടിച്ചിട്ട് വേറെ സ്ഥലങ്ങളിൽ കൊണ്ടിരിക്കും. അവര് കാട്ടിക്കൂട്ടുന്ന മണ്ടത്തരങ്ങള് എല്ലാം അല്പമൊന്ന് ചിന്തിക്കാൻ പിടിയും. അതുകൊണ്ട് ദുർവൃത്തിയായ സ്ത്രീ ഭർത്താവിനെ വെടിഞ്ഞ് ജാരപുരുഷനെ സേവിക്കാൻ പോകുന്ന പോലെയായിരിക്കും അത്. ദുർവൃത്തിയായ ഒരു സ്ത്രീ അവൾ ദുർവൃത്തിയാണ്, പൊതുവേ മോശമാണ്. അവൾ ഭർത്താവിനെ വിട്ടിട്ട് വേറൊരു പുരുഷൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇവളെ സ്വഭാവം അറിയുന്ന ഭർത്താവ് എത്ര കാലം അവളെയും കൊണ്ട് നടക്കും? അതുകൊണ്ട് ദുർവൃത്തിയായ ഒരു സ്ത്രീ, ഒരു ഭർത്താവുണ്ട്, ആ ഭർത്താവിനെയും വിട്ടിട്ട് വേറെ തന്നെ പോയാൽ അവളുടെ കാര്യം കഷ്ടമാണ്.
ഇതൊരു വൃത്തിയായോണ്ട് ഈ ചെല്ലുന്ന കക്ഷിക്ക് വരെ ഇവളെന്താ ടൈപ്പ് പറയുന്ന വാക്കുകൾ വേദവ്യാസനെ അത്ര 10 പ്രാവശ്യം ചിന്തിച്ചിട്ടാണ് പറയുന്നുണ്ടാവും. ഇവിടെ ഇത് പറയുന്ന ആരാണ്? കൃഷ്ണനാണ് ഉപദേശിക്കുന്നത്. ബ്രാഹ്മണർ വേദാധ്യയനത്തിലും, ബ്രാഹ്മണർ എന്തിലാണ് എടുക്കേണ്ടത്? വേദം പഠിക്കാൻ. വേദം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന് മുഴുവൻ ശാസ്ത്രങ്ങളും പഠിക്കുകയാണ് ബ്രാഹ്മണർ. അല്ലാതെ രാവിലെ തന്നെ വന്നിരുന്നിട്ട് നേരത്തെ 3 മണി തവള കരയുന്ന മാതിരി കഴിഞ്ഞാലും പറഞ്ഞ പോലെ തവള കരയുന്ന മാതിരി വെറുതെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കാനാണ്. പഠനം എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കിയിട്ട് പഠിക്കണം. വേദങ്ങൾ മുഴുവൻ അർത്ഥം പഠിച്ച് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ ലോകത്തിൽ ഇന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് ഒന്നും നോബൽ സമ്മാനം കൊണ്ടുപോയില്ലായിരുന്നു. എല്ലാം നമ്മൾ അടിച്ചെടുക്കുമായിരുന്നു അർത്ഥം മനസ്സിലാക്കിയിട്ട് പഠിച്ചിരുന്നത്. ബ്രാഹ്മണർ വേദാധ്യയനത്തിലും ക്ഷത്രിയർ ഭൂമിയെ പരിപാലിക്കുന്നതിലും ലോകത്തെ രാജ്യത്തെ പരിപാലിക്കുന്നതിന് തൽപരരായിട്ട് അവർ മുന്നോട്ടേക്ക് വരണം. അങ്ങനത്തെ പോസ്റ്റുകളുണ്ട്. പോലീസിലുണ്ട്, മിലിറ്ററിയിലുണ്ട്, സ്ഥാപനത്തിൻ്റെ തലപ്പത്ത് ഇരിക്കാനുള്ള യോഗ്യതയുണ്ട്. അവരെല്ലാം ക്ഷത്രിയർ ഇരിക്കണം. അതിനുള്ള യോഗ്യതയുള്ളവർ. വെറുതെ ജനിച്ചാൽ അത് നമുക്കറിയാലോ. ഒരാൾ അച്ഛൻ ഡോക്ടറാണെന്ന് വെച്ചാൽ മോന് ഡോക്ടറാകാൻ പറ്റുമോ? പണം കൊടുത്തിട്ട് എങ്ങനെയല്ല പോക്കും മക്കളെ ആക്കും, അത് വേറെ കാര്യം. അച്ഛൻ നല്ല മാത്സിൽ പണ്ഡിതനായി, മകനും പണ്ഡിതനാവുമോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളെ എത്ര രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് നല്ല ശോഭിക്കുന്നവർ, അവരെ മക്കൾക്ക് അതേപോലെ ആകാൻ പറ്റുന്നുണ്ട്. വൈശ്യർ വർത്തക വൃത്തികളിലും ശൂദ്രൻ സേവനം കൊണ്ടും ജീവിക്കണം. ഈ ജാതി വ്യവസ്ഥ ജനന ഉള്ള ക്വാളിറ്റി ഉണ്ട്. കാരണം മനുഷ്യനെ കർമ്മം ചെയ്യാനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ശാസ്ത്രജ്ഞനായിട്ട് കർമ്മം ചെയ്യേണ്ടവനെ ശാസ്ത്രജ്ഞനായിട്ട് സൃഷ്ടിക്കും. ലോകത്തെ നയിക്കേണ്ടവനെ ക്ഷത്രിയനായിട്ട് സൃഷ്ടിക്കും. അത് ഏത് കുടുംബത്തിലാണ് ഏത് സ്ഥലത്താണെന്നൊന്നും പറയാൻ പറ്റില്ല. അതെല്ലാം ആ ശക്തിയാണ് സ്ത്രീകരിക്കുന്നത്. അവരുടെ ധർമ്മങ്ങൾ ചെയ്യണം. ഇതാണ്. അല്ലാതെ ഇതിനെല്ലാം വ്യാഖ്യാനിച്ചിട്ട് വേറെതാക്കി കഴിഞ്ഞാൽ വൈശ്യവൃത്തി 4 പ്രകാരമാണ്. കൃഷി, കച്ചവടം. കൃഷി എന്ന് പറഞ്ഞാൽ ഉൽപാദനം, പ്രൊഡക്ഷൻ. ഒരു നാട്ടിലുള്ള എല്ലാ ഉൽപാദനങ്ങളും, ഫാക്ടറി ആയാലും എല്ലാം വൈശ്യൻ്റെ ജോലിയാണ്. പ്രൊഡക്ഷൻ ആയാലും കച്ചവടം, ബിസിനസ് മുഴുവൻ വൈശ്യൻ്റെ ജോലിയാണ്. ഗോരക്ഷ, കർഷക കൃഷിയും മറ്റുള്ളതായിട്ട് ബന്ധപ്പെട്ട എല്ലാം. പിന്നെ കടപ്പലിശ കൊണ്ടുള്ള ഉപജീവനവും, കടപ്പലിശ, ബാങ്കിങ് വ്യവസായമെല്ലാം ആരുടേതാണ്? വൈശ്യൻ്റേതാണ്. ക്ഷത്രിയർ ലോകത്തെ പരിപാലിക്കുക, മിലിറ്ററി, പോലീസ് എന്നുമല്ല വേലിയിരുന്നുള്ളൂ. ബ്രാഹ്മണരെ സയൻറ്റിസ്റ്റായിട്ട് പോയിക്കോളൂ. ബാക്കിയുള്ള ജോലിയെല്ലാം വൈശ്യം ചെയ്തോളൂ. പിന്നെ സേവനം. സത്വം, രജം, തമോ ഗുണങ്ങൾ എന്നിവ ലോകത്തിൻ്റെ സത്വഗുണം നിലനിൽപ്പിന്, രജോ ഗുണം പുതിയ സൃഷ്ടി നടത്തുന്നതിന്, തമോ ഗുണം അതിന് ആവശ്യം കഴിഞ്ഞാൽ ഇല്ലാതാക്കുന്നതിന്. എന്നീ ഗുണങ്ങൾ കാരണം സംഭവിക്കുന്നതാണ്. രജോ ഗുണം കൊണ്ട്, രജോ ഗുണമുള്ളവരെ തമ്മിൽ ഇണചേർന്ന് പ്രകാരത്തിലുള്ള പ്രപഞ്ചം സൃഷ്ടിക്കും. ആരിലാണോ തമോ ഗുണമുള്ളത് അവൻ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി പുതിയ പുതിയ കർമ്മങ്ങൾ ചെയ്ത് ലോകത്തെ പുരോഗതിയിലേക്ക്, പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കിക്കൊണ്ട് ലോകത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നു. മേഘങ്ങൾ രജോ ഗുണത്താൽ മഴ വർഷിക്കുന്നു. രജോ ഗുണം കൊണ്ടാണ് മേഘങ്ങൾ എന്ത് ചെയ്യുന്നത്? മഴ വർഷിക്കുന്നത്. അതാ രജോ ഗുണം അതിനുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അവനെ മഴ പെയ്യിക്കുന്നത്. മേഘങ്ങളാണ് മഴ പെയ്യിക്കുന്നത്. അവിടെ ഇന്ദ്രൻ എന്ത് കാര്യം? മേഘമാണ് മഴ പെയ്യിക്കുന്നത്. അതിനെന്തുണ്ട്? രജോ ഗുണമുള്ളതുണ്ട്. രജോ ഗുണം ഉണ്ടാകുമ്പോൾ അവർക്ക് മഴ പെയ്യിപ്പിക്കാനുള്ള താല്പര്യമുണ്ടാകും.
ജനങ്ങൾ അതിലൂടെ അന്നപാനാദികൾ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പം മേഘാവതി നിന്ന് മഴ പെയ്യിപ്പിക്കുന്നു, ജനങ്ങൾ ഇവിടെ കിടന്നിട്ട് എന്തിടുന്നു, ആ വെള്ളം കൊണ്ട് കൃഷി ഉൽപ്പാദിപ്പിക്കുന്നു. ദേവേന്ദ്രൻ ഇതിലെന്താണ് കാര്യം? ദേവേന്ദ്രൻ ഇതിൽ വേറെ കാര്യമൊന്നുമില്ല. മഴ അവിടെ കിടന്ന് മേഘം മഴ പെയ്യിപ്പിക്കും, ജനങ്ങൾ അവരവരുടെ മഴ പെയ്താൽ കൃഷി ചെയ്യും, മഴ പെയ്തില്ലേ കൃഷി ചെയ്യില്ല, അത്രയേ ഉള്ളൂ. അതിലിവര് ആരാധിക്കാൻ ആരെന്താണ്, ഓരോ ആൾ അവരുടെ കർമ്മമാണ് ചെയ്യുന്നത്. അച്ഛാ, അതുകൊണ്ട് കൃഷ്ണൻ പറയുകയാണ്, അച്ഛാ നമുക്ക് നാടോ നഗരമോ ഗ്രാമമോ ഗൃഹമോ ഇല്ല, നാം എന്നും വനവാസികളാണ്. നമ്മളിങ്ങനെ കാട്ടിൽ ഒരുമാതിരി തെണ്ടിത്തിരിഞ്ഞ് കിടക്കുന്ന വിഭാഗങ്ങളാണ്, കാട്ടിലും മലയിലുമായി വസിക്കുകയാണ്. അച്ഛനോട് പറയാണ്, നമുക്ക് ദേശവുമില്ല നാടും ഒന്നുമില്ല, നമ്മളിങ്ങനെ എല്ലായിടത്തുമായിട്ട് ജീവിക്കുകയാണ്. അതുകൊണ്ട് പശുക്കൾക്കും ബ്രാഹ്മണർക്കും പർവ്വതത്തിനും ആയുള്ള യാഗം ആരംഭിക്കാം. അതുകൊണ്ട് നമുക്ക് ആരൊക്കെ യാഗം ചെയ്യാം? പശുക്കൾക്ക്. പശുക്കളാണ് നമുക്ക് പാലെല്ലാം തരുന്നത്, അതുകൊണ്ട് പശുക്കൾക്ക് വേണ്ടതെല്ലാം നമുക്ക് കൊടുക്കാം. യാഗം ചെയ്യാന്ന് തന്നെ വേണ്ടത് കൊടുക്കുകയാണ്. ഇനി പശുക്കൾക്ക് യാഗം ചെയ്യാന്ന് പറഞ്ഞാൽ പശുവിനെ വെച്ചിട്ട് ഇവിടെ കുന്തിരിക്കാൻ പുകക്കലല്ല. ഇന്ദ്രൻ എന്താണോ വേണ്ടത്, നിങ്ങൾ എന്താണ് ഇന്ദ്രന് കൊടുക്കുന്നതെന്നാണ് ചോദിച്ചത്. അതുമാതിരി പശുക്കൾക്ക് എന്താണ് കൊടുക്കേണ്ടത്, പശുക്കൾക്ക് ഉള്ളും വല്ലതും കൊടുക്കണം. അതാണ് നമ്മുടെ യാഗം. പശുവിനെ വിളിച്ചിട്ട് കുളിപ്പിച്ചിട്ട് പുല്ലും വെള്ളം മര്യാദയ്ക്ക് സമയത്ത് കൊടുക്കുക. അതാണ് നമ്മൾ പൂജയാണ്, പശുവിൻ്റെ പൂജ അതാണ്. അതിന് വേണ്ടതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അത് തൃപ്തിപ്പെട്ടിട്ട് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യും, ഔട്ട്പുട്ട് പാലാക്കിയിട്ടും ചാണകമായിട്ടെല്ലാം തരും. പശുക്കൾക്കും ബ്രാഹ്മണർക്ക് കൊടുക്കണം. ബുദ്ധിമാന്മാരായ ആളുണ്ടെങ്കിൽ അവരെ നിധി പോലെ സ്വീകരിക്കണം, ബുദ്ധിമാനായ ആളുണ്ടെങ്കിൽ. കാരണം എന്തെങ്കിലും സങ്കടം ഉണ്ടാകുമ്പോൾ ഉപദേശിച്ചു തരുന്നത് ആരാണ്? ഈ ബുദ്ധിമാന്മാരാണ്. എന്തെങ്കിലും നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം ബുദ്ധിയുള്ളവരാണ് പറയുക ഇന്ന ചെയ്യുക. അപ്പം അങ്ങനെ ബുദ്ധിയുള്ളവരെ നിങ്ങളെ പൂജിക്കുക തന്നെ വേണം, ബ്രാഹ്മണരെ പൂജിക്കുക തന്നെ വേണം. ഞാൻ പറയുന്ന ബ്രാഹ്മണരാണ്, എല്ലാതും ഒരുത്തം ഞാൻ ബ്രാഹ്മണനാണെന്നും പറഞ്ഞ് എന്ത് കൊണ്ട് കഴിഞ്ഞാൽ ചോദിക്കും. ഓരോ പ്രശ്നത്തിനെന്നാ പരിഹാരം പറഞ്ഞാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇല്ലേ ഒരു വേദമന്ത്രം എടുത്തിട്ട് ഇതിൻ്റെ അർത്ഥം ഒന്ന് ശരിക്കും പറഞ്ഞാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു തരാൻ പറ്റണം. അങ്ങനെ പറ്റുന്നവരെ നമ്മൾ പൂജിക്കുക തന്നെ വേണം. കാരണം അതിലൂടെയാണ് നമ്മളെ പ്രശ്നങ്ങൾ സൊല്യൂഷൻ ആവുന്നത്. നമ്മളും വീട്ടിൽ എന്തെങ്കിലും വിഷമഘട്ടത്തിൽ വരുമ്പോൾ നമ്മൾ ആരോടാ ചോദിക്കുകയെന്നറിയോ? മുത്തച്ഛിയോടോ അപ്പൂപ്പൻ്റെ അടുത്ത് പോയിട്ടാണ് പറയുക, അപ്പൂപ്പ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്തുകൊണ്ടാണ്? അവർ അനുഭവത്തിലൂടെ വാങ്ങിയ ആ ജ്ഞാനം. ജീവിതത്തിൽ നിന്നും കുറേ, ജീവിതമാണ് ഗുരു, ആ ഗുരു കുറേ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അനുഭവമുള്ളവരെടുത്ത് പോയിട്ടാണ് ചോദിക്കുക. അല്ല പിള്ളേരെ വിളിച്ചിട്ട് അവരോടൊന്നും പറയില്ല. അപ്പം ബുദ്ധിയെ ഡോക്ടർമാരുടെ അടുത്ത് ഒരു രോഗം വരുമ്പോൾ ഡോക്ടറെ അന്വേഷിച്ച് ചെല്ലും. അപ്പം ബുദ്ധിയുള്ളവരെ നമ്മൾ പഠിക്കാൻ കഴിവുള്ളവരെ, ബുദ്ധിയുള്ളവരെ നമ്മൾ ഈശ്വരനായി കണ്ടുകൊണ്ട് പൂജിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇന്ന് ബുദ്ധിയുള്ളവരെ പിടിച്ചിട്ട് എന്താ ചെയ്യാന്ന് നമുക്കറിയാലോ. ഒരു സ്ഥാപനത്തിൽ ബുദ്ധിയുള്ളവരിരുന്നിട്ട് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എനിക്ക് പാരയാവും, അതുകൊണ്ട് അവനെ ആദ്യം തന്നെ ഒരു മൂലക്ക് കൊണ്ടങ്ങിരുത്തും. അതാണ് ലോകം. ബുദ്ധിയുള്ളവരെ ഭയമാണ്, ഭരണാധികാരികൾക്ക് ബുദ്ധിയുള്ളവരെ ഭയമാണ്. അപ്പോൾ അതിനെല്ലാം ചെറിയ അർത്ഥങ്ങളുണ്ട്. അപ്പം ബ്രാഹ്മണരെ നമ്മൾ എന്ത് വേണം? ബഹുമാനിക്കണം. ബുദ്ധിയുള്ളവനെ നിധി പോലെ സൂക്ഷിക്കണം. ബ്രാഹ്മണനെ, ഞാൻ പറയുന്ന ബ്രാഹ്മണനാണ്. പിന്നെ പർവ്വതങ്ങളാണ് നമ്മൾക്ക് മഴ പെയ്യിക്കാൻ സഹായിക്കുന്നുണ്ട്. നമ്മളെ പശുക്കൾക്ക് പുല്ലെല്ലാം തരുന്നത് ഈ പ്രകൃതിയാണ്, നമ്മളെ സംരക്ഷിക്കുന്ന ഭൂമിയാണ്, പർവ്വതമാണ്. അവരെയും നമ്മൾ പൊന്നുപോലെ സംരക്ഷിക്കണം. ഭൂമിയെ, പ്രകൃതിയെ നശിപ്പിക്കാതെ നമ്മൾ പരിപാലിക്കണം. ഇതാണ് നമ്മുടെ ധർമ്മം.
ബുദ്ധിയുള്ളവരെ നമ്മൾ ഇപ്പോൾ, കാരണം അവരുടെ ഇപ്പോൾ ജ്ഞാനത്തിലൂടെയാണ് നമുക്ക് മുന്നോട്ടേക്ക് പോവുക. നമുക്ക് മാർഗനിർദ്ദേശം നൽകാൻ കഴിവുള്ളവരാണ് അവർ. പശുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാം തരുന്ന മൃഗങ്ങളെ, അവരെ സംരക്ഷിക്കുക. പിന്നെ പ്രകൃതി, ഇതെല്ലാം കൂടിയാവുമ്പോൾ എന്താണ്? ജ്ഞാനവും പ്രകൃതിയും. ഈ പ്രകൃതി ഉണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവർക്ക് വേണ്ടതാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. ആ യാഗമാണ് നടത്തേണ്ടത്. അല്ലാതെ വല്ല ദേവനെയോ ബ്രഹ്മാവിനെയോ വിഷ്ണുവിനെയോ അവരവരുടെ ജോലി ചെയ്തോട്ടെ അവിടെ ഇരുന്ന്. നമ്മളതിനെപ്പറ്റി അവരവരുടെ ജോലി ചെയ്തോട്ടെ. നമ്മളെന്തിനാ അതിൻ്റെ അകത്ത് കയറി തലയിടുന്നത്? അവർക്ക് തലവേദന ഉണ്ടാക്കുന്ന എന്തിനാണ്? അവരെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടക്ക് കയറിയിട്ട് നമ്മളെ പ്രശ്നങ്ങൾ ആടെ കൊണ്ട് പറയുന്ന എന്തിനാണ്? അപ്പൊ ഇവക്കായി ഉപയോഗിക്കുക. അതുകൊണ്ട് 26 പറയുന്നത്, പാൽപായസം തുടങ്ങി ചെറുപരിപ്പിൽ അവസാനിക്കുന്ന നാനാതരം ഭക്ഷ്യവസ്തുക്കളാൽ അവയെ പരിചരിച്ചാലും, എല്ലാതരം വസ്തുക്കളും കൊണ്ട് ഇവരെയെല്ലാം പരിചരിക്കാൻ. ആരെയെല്ലാം? പശുക്കളെയും ബ്രാഹ്മണരെയും ഈ പ്രകൃതിയെയുമെല്ലാം. എല്ലാ രസങ്ങളും എടുത്ത് സൂക്ഷിച്ചു വെക്കണം. ഗോക്കളിൽ നിന്ന് കിട്ടുന്ന രസങ്ങളെല്ലാം എടുത്തിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കണം. വല്ലവനും എടുത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെല്ലാം എടുത്ത് ഉണ്ടെങ്കിൽ സൂക്ഷിച്ചു വെക്കുക, നമുക്ക് ഭാവിയിൽ ഉപയോഗിക്കാം. അല്ലാതെ അവിടെ കൊണ്ടുപോയിട്ട് ഇന്ദ്രനെന്നും പറഞ്ഞു കൊണ്ടുപോയിട്ട് അവിടെ കളയേണ്ട ഒരു കാര്യവും ഇല്ല. ഇനി 27, വേദമന്ത്രോച്ചാരണം നടത്തുന്ന ബ്രാഹ്മണർ ത്രേകതാഗ്നികൾ കൊണ്ട് അവർക്ക് വിധിച്ച കർമ്മങ്ങൾ ചെയ്യട്ടെ. അപ്പം ബ്രാഹ്മണരെന്ത് ചെയ്യണം? ആ വേദമന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, വേദത്തിൽ പറയുന്ന ശാസ്ത്രതത്വങ്ങൾ മനസ്സിലാക്കിയിട്ട് അവർ ഈ യജ്ഞങ്ങൾ ചെയ്യണം. ലോക പുരോഗതിക്കായിട്ട് ശാസ്ത്രത്തെ മുന്നോട്ടേക്ക് നയിക്കാനുള്ള യജ്ഞങ്ങൾ ബ്രാഹ്മണർ ചെയ്യണം. ബുദ്ധിയുള്ളവരുണ്ടെങ്കിലേ ആ സമൂഹം പുരോഗമിക്കുകയുള്ളൂ. ബുദ്ധിയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് രാജ്യങ്ങൾ തന്നെയല്ലേ, സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വികസിച്ച രാജ്യങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. സയൻസും ടെക്നോളജി ഇല്ലാതെ രാജ്യങ്ങളെല്ലാം നേരെ കീഴോട്ടേക്ക് പോയിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു രാജ്യത്തിൻ്റെ പുരോഗതി ഉണ്ടാകേണ്ടിക്ക് ബുദ്ധിയുള്ള ആൾക്കാർ അവരുടെ യജ്ഞങ്ങൾ ചെയ്തു കൊണ്ടുവരണം. എന്നിട്ടോ നിങ്ങൾ അവർക്ക് വേണ്ട ഭക്ഷണവും പശുക്കളെയും നൽകേണ്ടതാകുന്നു. നിങ്ങൾ അവർക്ക് വേണ്ട ഭക്ഷണവും പശുക്കളും നൽകുക എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെ കൃഷി ചെയ്യുക, വ്യവസായങ്ങൾ നൽകുക, ചെയ്യുക. അവരെ ചെയ്തിട്ട് അവർക്കും കൊടുക്കുക. അവർക്ക് വേണ്ടിയിട്ടാണ് കൃഷി ചെയ്യുന്നത്, അവർക്കും ഭക്ഷണം കഴിക്കണ്ടേ. അപ്പം മറ്റുള്ളവരെ നോർമൽ വർക്കുകൾ, കൃഷി, വ്യവസായങ്ങൾ, ഇതെല്ലാം നടത്തുക. അത് സാധാരണ ആൾക്കാരുടെ ജോലി. ബ്രാഹ്മണൻ്റെ ജോലി പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ട്, പ്രപഞ്ചത്തെപ്പറ്റി പഠിച്ചിട്ട് ലോകത്തെ മുന്നോട്ടേക്ക് യജ്ഞങ്ങളിലൂടെ മുന്നോട്ടേക്ക് നയിക്കുവാൻ ശ്രമിക്കുക. ഇവർക്ക് വേണ്ടത്, ഇവർക്ക് തന്നെ എല്ലാവർക്കും വേണ്ടത് മറ്റുള്ളവരെ ചെയ്യുക. എന്നിട്ടോ 28, ഭ്രഷ്ടന്മാർ, യാചകന്മാർ മൂലവർക്കെല്ലാം യഥായോഗ്യം അന്നം നൽകണം. കഷ്ടപ്പെടുന്ന, അതായത് ഭ്രഷ്ട് കൽപ്പിച്ച മാതിരിയുള്ള ജനങ്ങൾ, അല്ലെങ്കിൽ ഒരു പിന്നോക്ക ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് അന്നം നൽകണം. അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. അവരെ അന്നം കൊടുക്കണം, അവരെ ഉദ്ധരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം. പശുക്കൾക്ക് നല്ല പുല്ല് തിന്നാൻ കൊടുക്കണം. പശുക്കൾക്ക് വേണ്ടിയിട്ട് പുല്ലുള്ള സ്ഥലങ്ങൾ, പുല്ലുകൾ ഉണ്ടാക്കിയോ അതിന് വേണ്ട ഭക്ഷണങ്ങളോ എല്ലാം തീറ്റിയോ എല്ലാം ഉണ്ടാക്കിയിട്ട് പശുക്കളെ നല്ലോണം തീറ്റിപ്പോറ്റണം. കൃഷിക്ക് വേണ്ട കൃഷിക്കും നല്ലവണ്ണം. പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൃഷി, എല്ലാം ഇതിനകത്ത് പെട്ടു. ഗോവർദ്ധന പർവ്വതത്തിന് നൈവേദ്യം നൽകുക. ഇവിടെ പറഞ്ഞതിൻ്റെ ഉദ്ദേശമല്ലോ, പർവ്വതങ്ങളെ, പ്രകൃതിയെ, പർവ്വതങ്ങളെ, തീരങ്ങളെ, അവയെല്ലാം സംരക്ഷിക്കണം. അവയെ സംരക്ഷിക്കാൻ എന്തെല്ലാം വേണോ അതെല്ലാം നിവേദിക്കണം. നിവേദിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂട്ടിൽ കൊണ്ടുപോയിട്ട്, പർവ്വതത്തിൻ്റെ മൂട്ടിൽ കൊണ്ടുപോയി വെള്ളം വീഴ്ത്താനല്ല, അതവിടെ ഇന്ദ്രൻ വീഴ്ത്തുന്നുണ്ട്. ആ പർവ്വതങ്ങൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക. ആ പർവ്വതങ്ങളെ പർവ്വതങ്ങളായിട്ട് നിലനിർത്താൻ, കണ്ടൽ വനങ്ങളെ കണ്ടൽ വനങ്ങളായിട്ട് നിലനിർത്താൻ വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക. അതാണ് നിവേദിക്കുക. അവക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക. എൻ്റെ 29,
വസ്ത്രം ധരിച്ച് ഭംഗിയുള്ള കുറി തൊട്ട് മോടിയിൽ അലങ്കരിച്ച് സുഖമായി ഊണ് കഴിക്കുകയും നിങ്ങളെല്ലാവരും എന്നിട്ട് എന്ത് വേണം, നല്ലവണ്ണം ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് നിങ്ങളെല്ലാം പശുക്കളെയും ബ്രാഹ്മണരെയും അഗ്നിയെയും പർവ്വതത്തെയും പ്രദക്ഷിണം ചെയ്യുക. നിങ്ങൾ നല്ല വേഷങ്ങളെല്ലാം അനുവദിച്ചിട്ട് ഇവരെ പ്രദക്ഷിണം ചെയ്യണം. പ്രദക്ഷിണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവരെ അടിസ്ഥാനമാക്കി കാണും നമ്മൾ ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കേണ്ടത്. പശുക്കളെ, പ്രകൃതിയെ നമ്മൾ പ്രദക്ഷിണം വെക്കണം. പ്രകൃതിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മളെ പുരോഗതി കിടക്കുന്നത്. ബ്രാഹ്മണരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്, ബുദ്ധിയുള്ള ആൾക്കാരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മുടെ പുരോഗതികൾ കിടക്കുന്നത്. ബുദ്ധിയുള്ള മനുഷ്യരെ കിട്ടാൻ വളരെ പാടാണ്. ന്യൂട്ടനെ പോലെ ചിന്തകരായ ആൾക്കാരെ കിട്ടാൻ വളരെ പ്രയാസമാണ്. അങ്ങനെയുള്ളവരെ കണ്ടെത്തിയിട്ട് പ്രോത്സാഹിപ്പിക്കണം. പിന്നെയോ അഗ്നിയെ പ്രദക്ഷിണം വെക്കണം. നമ്മൾ ഉന്നതിക്ക് ഊർജമുണ്ടെങ്കിലേ പറ്റൂ. ഇന്ന് ലോകം തന്നെ ഊർജത്തിൻ്റെ പിന്നാലെയാണ് ഓടുന്നത്. അതുകൊണ്ട് അഗ്നിയെ നമ്മൾ പ്രദക്ഷിണം വെക്കണം. പർവ്വതത്തെ പ്രദക്ഷിണം എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ പ്രദക്ഷിണം വെക്കണം. നമ്മൾ പ്രകൃതിയുടെ അടിമകളാണ്. പ്രകൃതിയിൽ നിന്നാണ് നമുക്ക് ഉന്നതി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇവരെയെല്ലാം നമ്മൾ ബഹുമാനിക്കണം. അതുകൊണ്ട് 30 അച്ഛ, ഇതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്കെല്ലാം സമ്മതമാണെങ്കിൽ എനിക്കും ഇത് ചെയ്യുന്നതിലാണ് താല്പര്യം. നിങ്ങൾക്കെല്ലാം സമ്മതമാണെങ്കിൽ. 31 ശ്രീസുകൻ, ഇന്ദ്രന്റെ അഹങ്കാരത്തെ നശിപ്പിക്കുവാൻ ആഗ്രഹിച്ച കൃഷ്ണൻ പറഞ്ഞത് കേട്ട നന്ദഗോപാദികൾ ആദരവോടെ ആ വാക്ക് സ്വീകരിച്ചു. 32, 33, 34 ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ അവർ പ്രവർത്തിച്ചു. ഇന്ദ്രനൊരുക്കിയ വസ്തുക്കളെല്ലാം ഇന്ദ്രനായി ഒരുക്കി വെച്ച സാധനങ്ങളെല്ലാം പർവ്വതങ്ങൾക്കും ബ്രാഹ്മണർക്കും എല്ലാമായിട്ട് സമർപ്പിച്ചു. പശുക്കൾക്ക് പുല്ല് കൊടുത്തു. പശുക്കൾക്ക് വേണ്ടതാണ് പുല്ല്. എന്നിട്ട് എല്ലാ ബ്രാഹ്മണരുടെയും ആശീർവാദം സ്വീകരിച്ചു. ഇനി നല്ലവണ്ണം വേഷവിധാനങ്ങളെല്ലാം നടത്തിയിട്ട് കൃഷ്ണന്റെ വീരകൃത്യത്തെ എല്ലാം പാടി പോഴ്ത്തിക്കൊണ്ട് കാളകളെ പൂട്ടിയ വണ്ടികളിലെല്ലാം കയറിയിട്ട് അവര് പശുക്കളെയെല്ലാം മുന്നിൽ നിന്ന് നടത്തിക്കൊണ്ട് ആ ഗിരിയെ പർവ്വതത്തെ പ്രദക്ഷിണം ചെയ്തു. കൃഷ്ണനാട്ടെ 35 കൃഷ്ണനപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഒരു പ്രയോഗം, അവിടെ ഒരു ലീല അവിടെ കാണിച്ചു. അപ്പോൾ ഇവരെല്ലാം കൂടിയിട്ട് പർവ്വതത്തെ പ്രദർശനം ചെയ്തു. കാരണം വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാരാണല്ലോ, അവരിൽ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്തു. എന്താണ്? കൃഷ്ണനാകട്ടെ ഗോപന്മാർക്ക് വിശ്വാസം ജനിപ്പിക്കുവാൻ ഉതകുന്ന രൂപം ധരിച്ച് ഒരു പ്രത്യേക രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടു. പർവ്വതം പ്രത്യക്ഷപ്പെട്ട മാതിരിയായിട്ട് പ്രത്യക്ഷപ്പെട്ടു, ഒരു പ്രത്യേക രൂപം ധരിച്ചിട്ട്. ഞാൻ ദേവതാസ്വരൂപനായ ഗോവർദ്ധന പർവ്വതമാണ് ആടിയിരുന്നിട്ട് ഒരു രൂപം ധരിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഗോവർദ്ധന പർവ്വതം തന്നെയാണ്, ദേവന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ധാരാളം കൊടുത്ത നൈവേദ്യമെല്ലാം കൃഷ്ണൻ അവിടെ ഇരുന്ന് ഭക്ഷിച്ചു. പർവ്വതത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് വരും. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? പർവ്വതം തിന്നാനൊന്നും പോകുന്നില്ല, പർവ്വതത്തിൽ ഇതെന്തിനാണ്? ഇവരിൽ വിശ്വാസം ജനിപ്പിക്കണ്ടേ? നമ്മളും വിശ്വാസം ജനിക്കുന്നില്ല. നമ്മൾ ദൈവത്തിന് നിവേദ്യം നടത്തിച്ചിട്ട് ഇങ്ങ് പോവുകയാണ്. ദൈവം കഴിക്കുന്നുണ്ടോ നോക്കുന്നില്ല. ഇവിടെ കൃഷ്ണൻ എന്ത് ചെയ്യാണെന്ന് വെച്ചാൽ കഴിച്ചിട്ടുണ്ട് എന്ന് വരുത്താൻ വേണ്ടിയിട്ട് കൃഷ്ണൻ തന്നെ ഒരു രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്, ഞാൻ ദേവതാസ്വരൂപനായ ഗോവർദ്ധന പർവ്വതമാണ് എന്ന് പറഞ്ഞ് കൊടുത്തതെല്ലാം കഴിച്ചു. കൃഷ്ണൻ തന്നെ അങ്ങ് കഴിച്ചു. അത്ഭുതം. 36, 37 യുവന്മാരെല്ലാം ഈ വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കാരല്ലേ ഇതെല്ലാം പറഞ്ഞു പറ്റിപ്പിക്കാനേ പറ്റൂ. പക്ഷെ ഇത് ചൂഷണമല്ല, ഇത്
അവരിലൊരു നല്ല വിശ്വാസം ഉണ്ടാക്കുക. ഇന്ദ്രൻ്റെ മാറ്റം വേണ്ടാതെ ഇന്ദ്രനെയും മറ്റുള്ളവരെയും ആരാധിക്കുന്നതെന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ വേലത്തരം കാട്ടിയിരിക്കുന്നത്. ആ പർവ്വതം ദിവ്യരൂപം ധരിച്ച് നമ്മുടെ ആഗ്രഹത്തെ സ്വീകരിച്ചിരുന്നു. എല്ലാവരും അത്ഭുതത്തോടുകൂടി കണ്ട പർവ്വതം ദിവ്യരൂപം ധരിച്ച് കൃഷ്ണനെവിടെയുണ്ട്. വേറെ രൂപം ധരിച്ചിട്ടാണ് ഇരുന്നിട്ടാണ് ഇതത്രയും ഇവർ കൊടുത്തെല്ലാം വാങ്ങിത്തുന്നത്. ആഗ്രഹത്തെ സ്വീകരിച്ചിരിക്കുന്നു. തൻ്റെ ഇഷ്ടം പോലെ രൂപം ധരിക്കുന്ന പർവ്വതം അതിനെ അവമാനിക്കുന്നവരെ നശിപ്പിക്കും. അതുകൊണ്ട് ഈ പർവ്വതത്തെ പേടിക്കണം. കാരണം എന്താണ്? അതിന് എന്ത് രൂപവും ജയിക്കാൻ കഴിവുണ്ട്. ഇപ്പം നല്ലൊരു രൂപം ധരിച്ചിട്ട് വന്നിരിക്കുകയല്ലേ. നാളെ ഇനിയിപ്പം എന്ത് ചെയ്യും? വേറെ എന്നെ വല്ലവരെ അപമാനിച്ചാൽ വേറെ രൂപം ധരിച്ചിട്ട് വല്ല ഭൂതാറ്റായിട്ട് വന്നിട്ട് നമ്മളെ ഉപദ്രവിച്ചേക്കും. അതുകൊണ്ട് നമ്മുടെ പക്ഷികളുടെയും നമ്മുടെയും ക്ഷേമത്തിനായി ഈ ഗരുരാജനെ നമസ്കരിക്കാം. അതുകൊണ്ട് അവർക്ക് വലിയ വിശ്വാസം വന്നു. ഈ പർവ്വതത്തിന് നേരെ വിശ്വാസം വന്നു. ഏത് ഈ കൊന്നയെല്ലാം കൊടുത്തെല്ലാം തിന്നല്ല. അങ്ങനെ താൻ തന്നെയായ ഗിരിരാജന് എന്നാൽ തന്നെ നമസ്കാരം പറഞ്ഞു. കൃഷ്ണനെന്ത് ചെയ്ത്? കൃഷ്ണനെ അവൻ അങ്ങനെ നമസ്കരിച്ചു. താൻ തന്നെയായ അതിനെ കൃഷ്ണൻ തന്നെ അങ്ങോട്ട് നമസ്കരിച്ചു. എന്തിനു വേണ്ടിയിട്ട്? യുവന്മാരിൽ ഈ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ പ്രകൃതിനെയെല്ലാം ആരാധിച്ചാൽ മതി. പ്രകൃതിയെ ആരാധിച്ചു. പർവ്വതങ്ങളാണ് ഇന്ന് ഏറ്റവും പൊളിച്ചിട്ട് ഭൂമിയിലുള്ള ഇന്നും പ്രക്ഷോഭങ്ങളെല്ലാം നടക്കുന്നില്ല. എന്തുകൊണ്ടാണ്? പർവ്വതമെല്ലാം ഇടിച്ച് പൊളിച്ചിട്ട് പാറയും കൊണ്ടുപോവുകയാണ്. അതിനാണ് നാട്ടിൽ പ്രക്ഷോഭങ്ങൾ നടക്കുന്നത്. ആ ആശയം തന്നെയാണ് കൃഷ്ണൻ പറയുന്നത്. നിങ്ങൾ ഇതിനെ ആരാധിക്കൂ. ഇതിനെ ആരാധിച്ചിട്ടില്ലെങ്കിൽ അവർ നാളെ വേറെ വല്ലതുമായിട്ട് നിങ്ങൾക്ക് ഉപദ്രവിക്കും. അങ്ങനെ സാധാരണ വിവരമില്ലാത്ത ജനങ്ങൾക്ക് ഇങ്ങനെയെല്ലാം കുറച്ച് തട്ടിപ്പെല്ലാം ഉണ്ടെങ്കിൽ അവന്മാർ കള്ളവിശ്വാസം ഉണ്ടാക്കിയാൽ ഈ പർവ്വതങ്ങളെല്ലാം ആരാധിക്കും. അതിനു വേണ്ടിയിട്ട് ഈ ഒരു തന്ത്രം പ്രയോഗിച്ച് ഇതിലൂടെ ചില ആശയങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഇതൊന്നും സാധാരണ ജനത്തോട് തത്വമൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യം. ഇങ്ങനെ വല്ല ദിവ്യത്വമെല്ലാം പറഞ്ഞ് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ പ്രകൃതിയെല്ലാം സംരക്ഷിച്ചേക്കാം. ഇങ്ങനെ ഇപ്രകാരം ഭഗവാനാൽ പ്രേരിതരായ ആ നന്ദഗോപന്മാരെല്ലാം പർവ്വതത്തെയും പശുവിനെയും ബ്രാഹ്മണരെയും എല്ലാം യാഗത്താൽ വേണ്ട പോലെ സൽക്കരിച്ചിട്ട് പിന്നെ അവർ കൃഷ്ണനോടുകൂടി ഗോകുലത്തേക്ക് മടങ്ങിപ്പോയി. അപ്പം പശുക്കൾ എന്ന് പറഞ്ഞാൽ വിഭവങ്ങൾ, പർവ്വതങ്ങൾ എന്ന് പറഞ്ഞാൽ അതായത് എല്ലാ ജീവജാലങ്ങളും നമുക്ക് വേണ്ടതാണ്. നമ്മുടെ നിലനിൽപ്പ് ഇവിടെയുള്ള പശുക്കൾ എല്ലാ തരം കോഴിയ കറവ എന്തായാലും വേണ്ടിയില്ല. അതും കൃഷികളും ഭൂമിയും പർവ്വതങ്ങളും നദികളുമെല്ലാം. നദികളിലാണ് നദികളുടെ സംസ്കാരങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഇവരെയെല്ലാം നമ്മൾ അവർക്ക് വേണ്ടത് കൊടുത്തിട്ട് പരിപാലിക്കേണ്ടത്. അല്ലാതെ വേറെ ദൈവങ്ങളെ ഒന്നും ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. വെറുതെ സമയം വേസ്റ്റ്. ഇതാണ് കൃഷ്ണൻ പഠിപ്പിക്കുന്നത്.